സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന വചനം നിറവേറിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം അത് യാഥാർത്ഥ്യമാക്കുന്നു. അപ്പൊ ആ മരണത്തിൽ സംഭവിച്ച വസ്തുതകൾ എല്ലാം തന്നെ മുൻകൂട്ടി ചിന്തിച്ചതാണ്, പ്രെഡിക്റ്റഡാണ്. അപ്പൊ പ്രഡിക്ഷൻ പ്രവചനത്തിന്റെ പ്രധാന ഭാഗമാണ്. പ്രഡിക്ഷൻ എന്ന് മനസ്സിലായല്ലോ. എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയൽ, ഭാവി കഥനം എന്ന് മലയാളത്തിൽ. വരാനിരിക്കുന്നതെന്തോ അത് പറയുക, ഭൂതകാലം പറയുക, ഭൂതകാലവും ഭാവി കാലവും ഒക്കെ പറയുക. ദൈവത്തിനെല്ലാം സെയിം ആണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാല് ഇത് ചിന്തിക്കേണ്ടത് മറ്റൊരു രൂപത്തിലാണ്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു നിർത്തിയത് സാമരിറ്റനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അവിടെ വരാനുള്ളൊരു കാരണം, സ്ത്രീയുടെ സന്തതി ജനിക്കരുത് എന്ന് കരുതിക്കൊണ്ട് നമ്മളുടെ ഗോത്രമാതാക്കൾക്ക് വന്ധ്യത വരുത്തുന്ന ഒരു സാത്താന്യ ഇടപെടൽ കാണാം. അതിനെ തകർത്തുകൊണ്ട് അബ്രഹാമിന് ഇസ്ഹാക്ക് ജനിക്കുന്നതുമൊക്കെ അതിജീവനത്തിന്റെ വഴിയായിട്ട് എങ്ങനെ അതിനെ പ്രവചനം ഇതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് വരുന്നു എന്നതിന്റെ സൂചനയായിട്ടും നമ്മൾ കണ്ടു. ഇനിയുണ്ട് ചില കാര്യങ്ങൾ. ആ രൂപത്തിൽ വന്നിട്ട് അക്ഷരീകമായി ഇസ്രായേൽ ജനതയുടെ വംശശുദ്ധി നശിപ്പിക്കാൻ പദ്ധതി ഇടുമ്പോൾ ദൈവം അതിന് മുൻകൂട്ടി പറഞ്ഞു, യഹൂദയിൽ നിന്നാണ് കർത്താവ് ജനിക്കുന്നത്. കർത്താവ് ജനിക്കേണ്ട ഇടം പറഞ്ഞു, ഗോത്രം പറഞ്ഞു. ഇനി കർത്താവ് ജനിക്കേണ്ട ഇടമാണ് പറഞ്ഞത് ബേദലഹേം. ബേദലഹേം അന്ന് രണ്ടുണ്ട്. അതില് യഹൂദ്യായിലെ ബേദലഹേമിൽ യേശു ജനിക്കണം എന്നുള്ള പ്രവചനം നിറവേറുകയാണ്. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, കർത്താവ് ജനിച്ച ശേഷം അവിടുത്തെ പ്രവൃത്തികളെ കുറിച്ചുള്ള വിചിന്തനം വരികയാണ്. നസ്രായൻ എന്ന് വിളിക്കുക, എല്ലാ കാര്യവും മുൻകൂട്ടി പ്രവചിച്ചതാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത്. ഈ ക്രൂശീകരണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങള് ഈ ക്ലബ് ഹൗസ് ചർച്ചകളിലൊക്കെ ചെല്ലുമ്പോൾ യേശു കരഞ്ഞത് ഒരു വലിയ വിഷയമാക്കി എടുക്കുന്നുണ്ട്. എന്തിനാണ് യേശു കരഞ്ഞത്? അത് പ്രാണന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കരയുന്ന പോലെ നിന്ന് ഒരു ദൈവം കരയുകയോ? ഈ ഒരു ചോദ്യം മുസ്ലിം സഹോദരന്മാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവം ഇങ്ങനെ കരയുക എന്നൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ദൈവം കരഞ്ഞല്ലേ? അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ മറുപടിയൊക്കെ പറയാറുണ്ട്. വളരെ യോഗ്യമായ മറുപടി നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ആ മേഖലയിലൊക്കെ ഞങ്ങൾ ഒത്തിരി കാര്യാദികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നിപ്പോൾ നമുക്കൊന്നും മറുപടി ഇല്ലാത്ത വിധം നമ്മുടെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കിടക്കുകയാണ്. വ്യക്തമായ ഒരു ആധിപത്യം ഈ നമ്മുടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ അക്കാര്യത്തിൽ ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ എതിർപക്ഷം ഏതാണ്ട് പരാജയമടഞ്ഞ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അത്ര നല്ല നിലയിൽ നമ്മുടെ കുട്ടികൾ വചനവും അനുബന്ധ വിഷയങ്ങളും അതിനെ ചെറുക്കാനും ഒക്കെ പഠിക്കുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു വർത്തമാനമാണ്. ഇനി പറയേണ്ട ഒരു കാര്യം, ഈ കർത്താവിന്റെ മരണത്തിൽ നടന്ന സംഭവങ്ങൾ പോലും ഫോർടോൾഡാണ്, അല്ലെങ്കിൽ മറ്റെന്തോ അതിന് പറയുക. അതേക്കുറിച്ച് പോലും ആ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറയത്തക്ക വിധം പ്രവചനം ശക്തമായിരുന്നു. വെറുതെ ആകസ്മികമായ ഒരു സംഭവം പോലെയല്ല. ഉദാഹരണം, കർത്താവായ യേശുവിന്റെ ക്രൂശുമരണത്തിലെ 7 മൊഴികളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഇത് കരച്ചിലാണ്. ഈ കരച്ചിൽ വിമർശന വിധേയമായ ഒന്നായിരിക്കുമ്പോൾ സൂക്ഷ്മാംശങ്ങളിൽ പോലും പഠിക്കേണ്ട വെറുതെ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ കരച്ചിൽ പോലും വർഷങ്ങൾക്കപ്പുറത്ത് ദാവീദ് പ്രവാചകൻ സങ്കീർത്തനം 22 എഴുതിയിട്ടുണ്ട്. ഈ പ്രവചനം, ഈ വാക്ക്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. മാത്രമല്ല 22 സങ്കീർത്തനത്തിൽ അനുബന്ധ വിഷയങ്ങളുണ്ട്. എക്സാമ്പിൾ, എന്താ പറയുക, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, അങ്കിക്ക് വേണ്ടി ചീട്ടിടുന്നത്. പിന്നെ ഈ സങ്കീർത്തനത്തിൽ പറയുന്ന ഇതര ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, കാളകൾ എന്നെ വളഞ്ഞു. ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയും പറയുന്നുണ്ട്, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് കിട്ടട്ടെ. ഈ പറയുന്ന വിധത്തിൽ യൂത ഒറ്റിക്കൊടുക്കുന്നതിനെ പറ്റി, അങ്കിക്കായി ചീട്ടിടുന്നതിനെ പറ്റി, തന്റെ ശരീരം കുത്തിത്തുളയ്ക്കുന്നതിനെ പറ്റി ഒക്കെ കൃത്യം തന്നെ വർഷങ്ങൾക്കപ്പുറത്ത് പറഞ്ഞവ ഈ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടമാടുന്ന അല്ലെങ്കിൽ നിറവേറുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. എന്നാൽ നമുക്കിന്ന് ആമുഖമായ ക്രൂശീകരണത്തെ കുറിച്ചുള്ള പ്രവചനമാണ് ഒന്ന് പരിശോധിച്ചു പോകുന്നത്. എനിക്ക് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള യെശയ്യാ 53 നമുക്കൊന്ന് കടന്നുകൊണ്ട് ആ വേദഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാ 53.
ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ഒരിക്കൽ ഞങ്ങള് ഒരു മനുഷ്യന്റെ അരികിൽ, ഇത് വല്ലാതെ തർക്കിച്ചൊരു മനുഷ്യന്റെ അരികിൽ ഇത് വായിപ്പിച്ചു അയാളെ കൊണ്ട്. എന്നിട്ട് ചോദിച്ചു, സുഹൃത്തെ, ഈ പറയുന്ന കാര്യങ്ങൾ ആരെ പറ്റിയാകണം? അത് യേശുവിനെ പറ്റി തന്നെയാണ്, അതിൽ തർക്കമില്ല. അദ്ദേഹത്തിന് അത് സമ്മതമാണ്, അത് യേശുവിന് യോജിക്കുന്നവയാണ്. അങ്ങനെയെങ്കിൽ ഇത് ഒരു ചരിത്രാവിഷ്കരണമാണെങ്കിൽ അതിൽ അത്ഭുതമില്ല. മരിച്ച യേശുവിനെ പറ്റി എഴുതിയൊരു പാട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മരിക്കുന്നതിന് 700 കൊല്ലം മുമ്പാണെങ്കിലുള്ള സ്ഥിതി എന്താ? അത് വിസ്മയമാണ്. അപ്പൊ പുള്ളിക്ക് അതിന്റെ സ്ട്രക്ചർ അറിയത്തില്ല, ബൈബിളിന്റെ കിടപ്പൊന്നും. അല്പം കഴിഞ്ഞ് ഈ വസ്തുതകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അമ്പരന്നു, ഇങ്ങനൊരു സത്യമുണ്ട്. അപ്പോൾ നോക്കട്ടെ, അത് ബൈബിളിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. എല്ലാ സ്പന്ദനങ്ങളും കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊരു പദപ്രയോഗം ശ്രദ്ധിച്ചു കാണും. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ എന്നൊരു പദമാണ്. ആരാണ് യെശയ്യാവിനൊപ്പമുള്ള ഈ ഞങ്ങൾ? ഞങ്ങൾ കേൾപ്പിച്ചത് ആരാണ് വിശ്വസിച്ചത്? വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഭുജം, യോദ് എന്ന പ്രയോഗമാണ്, ദൈവത്തിന്റെ കൈ. അപ്പൊ ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞിട്ട് ഈ കൈക്ക് പേര് മാറ്റി പ്രയോഗിക്കുകയാണ്. കൈ എന്നതിന് പകരം പിന്നെ കാണുന്നത് അവൻ എന്നാണ്. അവൻ എന്നൊരു പ്രയോഗം. അപ്പോ പെർസോണിഫൈ ചെയ്യുകയാണ്, വ്യക്തിവൽക്കരിക്കുകയാണ് കൈയെ. അപ്പൊ കൈ എന്ന് വിളിച്ചതിനെ പിന്നെ അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും, ദൈവത്തിന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ, ആരാണ്? കൈ, യഹോവയുടെ കൈ, യഹോവയുടെ ഭുജം. യഹോവയുടെ ഭുജം എന്ന് വിളിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ പ്രകീർത്തിച്ചിട്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ പ്രയോഗത്തെ അവൻ 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 അടുത്ത വാക്യങ്ങളിലേക്ക് അവൻ അവൻ എന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പെർസോണിഫൈ ചെയ്യുക. ഇതേ രചനാശൈലി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലും കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം എന്ന് വിളിച്ചിട്ട് അതിനെ വിശദീകരിച്ചു വരുമ്പോൾ അവൻ എന്നൊരു പ്രയോഗം കാണാം. വചനം ജഡമെടുത്തു എന്നുള്ളൊരു പ്രയോഗം കാണാം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ രൂപത്തിൽ ഒരു പ്രമേയത്തെ മനുഷ്യവൽക്കരിച്ച് പറയേണ്ടി വരുന്ന ഒരു സംഭവമാണ് യേശുവിന്റെ കാര്യം. അപ്പോൾ യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇടത്തെ ഞങ്ങൾ ആരാണ്? ഞങ്ങൾ കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഞങ്ങൾ? ഞാനത് കൃത്യം പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്കിടയിലേക്ക് അല്ലെങ്കിൽ പഴയ നിയമത്തിലേക്ക് വന്ന പ്രവാചകന്മാരുടെ മുഴുവൻ ലക്ഷ്യം ക്രിസ്തുവിൽ തങ്ങളുടെ സന്ദേശം കൊണ്ടെത്തിക്കുക എന്നാണ്. ക്രിസ്തുവിലേക്ക് ഈ സന്ദേശത്തെ കേന്ദ്രീകരിക്കുക. അതുകൊണ്ട് പൊതുവായി പഴയ നിയമ പ്രവാചകന്മാർ പറയുന്ന ചില ദൂതുണ്ട്. ഒന്ന്, ഈ മശിഹയെ കുറിച്ചുള്ള ഈ സങ്കല്പം അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ്. രണ്ടാമത്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ അവരുദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ് ആണ് അടുത്തത്. അപ്പോ അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഡേ ഓഫ് യാഹ്വേ എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ട്. രണ്ടു തരം വ്യാഖ്യാനമുണ്ട്. ദൈവത്തിന്റെ ദിവസം, കർത്താവിന്റെ ദിവസമോ കളനെ പോലെ വരും എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അപ്പൊ ഡേ ഓഫ് ദ ലോർഡ് ആൻഡ് ഡേ ഓഫ് യാഹ്വേ, ദൈവത്തിന്റെ, യഹോവയുടെ ദിവസം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ എന്നൊരു പ്രയോഗം. അപ്പോൾ പിന്നെ അടുത്തത്, എല്ലാ ഇഷ്യൂസിന്റെ ഇടയിൽ പറയും റെമനന്റ് വിൽ ബി ദേർ, ഒരു ശേഷിപ്പ് ഉണ്ടാകും, ഒരു ശേഷിപ്പ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ അകപ്പെടാതെ പോകുന്ന ഒരു ശേഷിപ്പിനെ പറ്റി, ഒന്ന് മശിഹയുടെ
അസ്തിത്വം, മശിക ജനിക്കുന്നത് ഉൾപ്പെടെയുള്ള മശികയുടെ മിനിസ്ട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. രണ്ടാമത് അതിന്റെ ഓപ്പോസിറ്റ് ഡേ ഓഫ് ദ ലോർഡാണ്. മൂന്നാമത് വരുന്ന കാര്യമാണ് ഈ പ്രതിസന്ധിക്കകത്ത് ഒരു ശേഷിപ്പ് ഉടലെടുക്കും. എല്ലാ വാണിങ്ങിന്റെ ഇടയിൽ പറയും ഒരു ശേഷിപ്പ് ഉടലെടുക്കും. ഇങ്ങനെയുള്ള ഒരു പ്രമേയ ശൈലിയാണ് നമുക്ക് പ്രവാചകന്മാർ പൊതുവെ കാണുന്നത്. എന്നാൽ വ്യക്തിപരമായി കാര്യങ്ങളെ കുറിച്ച് പ്രവചിച്ച പ്രവാചക ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ട്. ഇത് വിഭിന്നമായൊരു കാര്യമാണ്. ഇത് യേശുവിന്റെ ആ മശിക കൺസെപ്റ്റ് പ്രവചിച്ച നിരവധി പേരുണ്ട്. ദാവീദ് അതിൽ പ്രധാനിയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദാവീദ് പ്രവചിച്ചിട്ടുണ്ട്. ദാവീദ് പ്രവചിച്ച മശികയെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് മശിഹൈക സങ്കീർത്തനം അഥവാ മെസ്സിയാനിക് സാംസ് എന്ന് കാണുന്നത്. മെസ്സിയാനിക് സാംസ്. അപ്പൊ ഈ മെസ്സിയാനിക് സാംസ് അതിലെല്ലാം യേശുവിന്റെ രാജ്യത്വവും ദൈവത്വവും പീഡയും എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, യേശു യുഗലോകത്തിൽ അനുഭവിച്ച ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ അനുഭവിക്കപ്പെടുന്ന പീഡകൾ, കണ്ണീരുകൾ, വിലാപങ്ങൾ ഇവരെക്കുറിച്ച് എടുത്ത് പഠിച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാവും. അവ ചിലത് കണ്ടിട്ട് യുക്തിവാദികളോ നിരീശ്വരന്മാരോ ദൈവമില്ലാത്ത മനുഷ്യരോ വിമർശിക്കുമ്പോൾ ഭക്തനത്തുള്ള ഒരു കാര്യമുണ്ട്. അതിൽ ഒരു കാര്യം കുറഞ്ഞു പോയാൽ യേശു അല്ലാതാകും എന്ന് പറഞ്ഞാൽ കരഞ്ഞില്ല എങ്കിൽ ഒക്കത്തില്ല. ആ കണ്ണീർ അവിടെ നടന്നെങ്കിൽ മാത്രമേ മശികയാവൂ. കാരണം മശിക എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രവചനങ്ങൾ. അപ്പോൾ ഒന്നും യാദൃച്ഛികമായി ചെയ്തതല്ല. യേശുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പദ്ധതി ചെയ്തതാണ്. യാദൃച്ഛിക സംഭവങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. എല്ലാം അവിടുന്ന് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അണ്ട് എലിയലീലമ്മ ശബക്താനി എന്ന് യേശു കരയാതിരിക്കുന്നതാണോ കരയുന്നതാണോ ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ കരയുന്നതാണ്. കാരണം ആ കരച്ചിൽ 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞവ ഒന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ പുതുനിയമത്തിലേക്ക്. അല്ലെങ്കിൽ ആ സാധനം അതേ രൂപത്തിൽ സെയിം തിങ് ഒന്ന് റിപ്പീറ്റ് ചെയ്യല്ലേ പുതുനിയമത്തില്. അപ്പൊ ഈ സ്പന്ദനം പോലും, അവന്റെ കരച്ചിൽ പോലും ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയത്തക്ക വിധത്തിൽ വിസ്മയാവഹമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ആ ക്രൂശ് മരണത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു വരേണ്ടതുണ്ട്. കാരണം പ്രവചനത്തിന്റെ പൊരുൾ തന്നെ ക്രൂശിൽ മരിച്ചു യേശു ക്രിസ്തു എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പറയാണ്, ഞങ്ങൾ കേൾപ്പിച്ചു നിങ്ങളോട്. ആരാണ് ഈ ഞങ്ങൾ? അത് ഉൽപ്പത്തിയിൽ മോശ മുതൽ യെശയ്യാവ് വരെയുള്ള ഞങ്ങൾ, ഇതുവരെയുള്ള ഞങ്ങൾ ഇത്രയും നാൾ കേൾപ്പിച്ചിട്ട് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഒരു ചോദ്യമാണ്. ഈ ചോദ്യം വളരെ ശക്തിമത്തായ ഒരു ചോദ്യമാണ്. പക്ഷേ വലിയ റിസൾട്ട് തരാത്തൊരു ചോദ്യമായിരുന്നു അന്നത്. കാരണം കാര്യമായ ആളുകൾ അങ്ങനെ യേശുവിനെ അനുഗമിക്കുന്നതിൽ തൽപരരല്ല, ഈ വചനം കേൾക്കുന്നതിൽ തൽപരരല്ല. അവർക്ക് വേണ്ടത് അവരുടെ മശികാസങ്കല്പം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ജ്യൂസ് യേശുവിന്റെ മശികാത്വം അംഗീകരിക്കാതെ പോയത്? അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ആ സുവിശേഷം അംഗീകരിക്കാതെ പോയത്? അംഗീകരിക്കുന്നവരുണ്ട്, അവരെയാണ് മെസ്സിയാനിക് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു വന്ന നിരവധി ആളുകൾ അവർക്കിടയിലുണ്ട്. എന്നാൽ പൊതുവില് ജൂതന്മാർ ഒരു വിശ്വാസം എന്ന നിലയിൽ ഇങ്ങോട്ട് മേർജ് ചെയ്യേണ്ടതായിരുന്നു, ക്രിസ്ത്യാനിത്വത്തിന്റെ ഭാഗമാകേണ്ടതായിരുന്നു. അത് വരാതെ അവർ വേറിട്ട് നിൽക്കേണ്ടതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അവർ പ്രതീക്ഷിച്ച മശിഹ എന്ന് പറയുന്നത്, മശിഹയെ വ്യാഖ്യാനിച്ചതിൽ അവർക്ക് തെറ്റിപ്പോയി. അവരെ ചിന്തിച്ചത് തങ്ങൾ ഇന്ന് റോമൻ ആധിപത്യത്തിന്റെ കീഴിലാണ്. അതിനു മുമ്പില് തങ്ങളെ റോമക്കാരെ കൂടാതെ നമ്മുടെ അലക്സാണ്ടർ ഗ്രീക്കുകാരെ വന്ന് അധീനപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് പേർഷ്യക്കാർ അധീനപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ബാബിലോണിയർ അധീനപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം നമുക്കറിയാവുന്നതാണ്. ഇന്നലെ പറഞ്ഞ അസീറിയക്കാര് അധീനപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഈജിപ്തുകാർ അധീനപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ അധീനതയ്ക്ക് കീഴിൽ കിടക്കുമ്പോൾ അവർക്കൊരാഗ്രഹം, ചെല്ലുന്ന ഇടത്ത് ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, ദൈവത്തിന്റെ ജനമായിട്ട് ഞങ്ങൾ അപമാനിക്കപ്പെടുന്നു, ഞങ്ങൾക്കൊരു റിലീഫ് ഉണ്ടാകും, ഞങ്ങൾക്കൊരു മോചനം ഉണ്ടാകണം. അപ്പൊ അവർ പ്രതീക്ഷിച്ചു ഒരു ദിവസം ഒരാൾ വന്ന് ഞങ്ങളെ രക്ഷിക്കും. ആ വ്യക്തിയാണ് മശിഹ. അപ്പോ ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന യെശയ്യാ പ്രവാചകന്റെ പ്രവചനം അവർ വിശ്വസിച്ചു. അത് അങ്ങനെ കാത്തിരുന്നു. അപ്പൊ എന്നാ പോരാ, ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളുടെ മീതെ പൊളിറ്റിക്കലി ആധിപത്യം എടുക്കുന്ന, അക്ഷരാർത്ഥത്തിൽ ആധിപത്യം എടുത്തിട്ട് അവയെ നിഷ്കരുണമില്ലായ്മ ചെയ്തിട്ട് തങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു ലോകസങ്കല്പം തന്നെ സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സായ, അതായിരുന്നു അവരുടെ പ്രതീക്ഷ. അപ്പൊ പൊളിറ്റിക്കൽ മെസ്സായെ പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് അത് ലഭ്യമാകാതെ വന്നതിന്റെ പ്രയാസം. കാരണം അവർ പ്രതീക്ഷിച്ചൊന്നുമല്ല യേശുവിൽ നിന്ന് കിട്ടുന്നത്. തന്നെ എല്ലാവരും നിരാശപ്പെടുത്തി വിടുക. യേശു പറഞ്ഞ, മക്കളെ, എന്റെ രാജ്യം ഐഹികമല്ല, വെട്ടാനും കുത്താനും ഒന്നും അല്ല വന്നത്, നശിപ്പിക്കാനേ വന്നതല്ല, കർത്താവിന്റെ ലക്ഷ്യമേ അതല്ല. ഇത് പറഞ്ഞു കൊടുത്തു. കൃത്യമായി യേശു തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തി ആ രൂപത്തിൽ കൊടുത്തപ്പോൾ ഇവര് അസംതൃപ്തരായി.
ഒരു അസംതൃപ്തി അവരെ ഭരിച്ചു. അസംതൃപ്തി ഭരിച്ചപ്പോൾ ചിലരെ യേശുവിനെ ഉൾക്കൊണ്ടുപോയി. അതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? യേശുവിനെ ഉൾക്കൊള്ളേണ്ടത് വിശകലനം വഴിയാണ്. ഔട്ട്വേർഡ് അപ്പിയറൻസിലൂടെ നിനക്കുണ്ടാകാവുന്ന ഒരു വിശകലനം. എന്നെ കോകോസാക്കാമോ? ഞാൻ ചെയ്യാം. ആപത്തുള്ളൊഴിഞ്ഞു പോയോ? അത് പോയി. കോഹോസ്റ്റ് ആക്കണോ? കോഹോസ്റ്റ് ആയിക്കോട്ടെ, ഞാനത് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അറിയില്ലേ? തുടരാലോ. അപ്പോൾ അപ്പൊ ഇവര് പ്രതീക്ഷിച്ച ഒരു പൊളിറ്റിക്കൽ മസായ ആയിരുന്നില്ല ജീസസ്. കർത്താവ് വ്യത്യസ്തനായിരുന്നു. അവരുടെ പ്രതീക്ഷകളെ നിറവേറുന്നില്ല. ആ പ്രതീക്ഷകൾക്ക് വിഭിന്നമായിരിക്കുമ്പോൾ അവർ പുറത്തുനിന്ന് യേശുവിനെ വീക്ഷിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലായിരുന്നു. പുറത്തുനിന്ന് യേശുവിനെ വീക്ഷിക്കുന്നവർക്ക് പൂർണ്ണ അളവിൽ ആസ്വദിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മളൊരു യോഗത്തിൽ പോയിട്ട് പറയാണ്, യോഗം വലിയ അനുഗ്രഹമാണ്. ആ യോഗത്തിൽ അനവധി ആളുകൾ വന്നു. എന്തായിരുന്നു അനുഗ്രഹം? അവിടെ രോഗികൾ സൗഖ്യമായി, അത്ഭുതങ്ങൾ നടന്നു. ഇങ്ങനെയുള്ളൊരു വലിയ പ്രോപ്പഗണ്ട ആളുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അനേകരും സൗഖ്യമായിട്ട് പോയിട്ടുണ്ട്. ഷുഗർ മാറിയിട്ടുണ്ട്, ട്യൂമർ മാറിയിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കേണ്ടത്, ഇയാൾ എവിടെയായിരുന്നു? ഇയാൾ ഇതിൽ ഇൻവോൾവ്ഡ് അല്ലേ? ഇയാൾക്ക് എന്ത് പറ്റി? ആദ്യം ആ പറഞ്ഞ ആളുണ്ടല്ലോ, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു. ആ വ്യക്തിയാണ് ശരിക്കും മതം എന്ന് പറയുന്നത്. മതം എപ്പോഴും നിലനിൽക്കുന്നത് ഒരു പ്രോപ്പഗാണ്ടയിലാണ്. അപ്പോ ആ പ്രോപ്പഗാണ്ട നിലനിർത്താത്ത ഇടത്തോളം മതത്തിന് ശക്തിയില്ല. തീർത്ഥാടന കേന്ദ്രങ്ങൾ അങ്ങനെയാണ്. അവിടെ വരുന്നവൻ ദൂരത്തുള്ളവനാണ്. അവൻ വന്നിട്ട് അതെന്തോ സംഭവമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, കേൾക്കുന്നവനും പറയുക. മതം അങ്ങനെയാണ്. എന്നാൽ വിശ്വാസം വ്യത്യസ്തമാണ്. വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ട അനുഭവമാണ്. എൻ്റെ ബോധ്യങ്ങളാണ് എന്നെ ക്രിസ്തീയതയിൽ പിടിച്ചു നിർത്തേണ്ടത്. പഠനമോ അന്വേഷണമോ ഒന്നുമല്ല. പഠനവും അന്വേഷണവും പിൽക്കാലഘട്ടത്തിൽ ഞാൻ എന്ത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചോ അതിനെ സ്ഥിരീകരിക്കാനും ഉറപ്പിക്കാനുമുള്ളതാണ്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടാത്തവനാണ് ആ വിധത്തിൽ പോകുന്നതർത്ഥം. ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടാത്തവര് പൊളിറ്റിക്കൽ മഷികയെ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടുന്നില്ല. രാഷ്ട്രതന്ത്രജ്ഞനായൊരു മഷിക യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചു. ശത്രുരാജ്യങ്ങളെ നിഷ്കരുണം കീഴ്പ്പെടുത്തി കളയുന്ന ഒരു മഷിയെ പ്രതീക്ഷിച്ചു. പക്ഷെങ്കിൽ അതല്ല കർത്താവ്. വ്യത്യസ്തനായ ഒരാളാണ്. പക്ഷെങ്കിൽ ഇതേ കർത്താവിനെ കാണിച്ച് ശിഷ്യഗണങ്ങൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. എന്തായിരുന്നു ആ മഹിമ? അത് പ്രവചനത്തിന്റെ ഒരു പൊരുളാണ്. അത് നമുക്ക് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാം. അവിടുത്തെ മഹിമ എന്താണ്? ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, മഹിമ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റ് കണ്ട തേജസ് ഉണ്ട്, നമ്മൾ കണ്ട മഹിമയുണ്ട്. അത് രണ്ടാണോ ഒന്നാണോ? പലപ്പോഴും അവന്റെ തേജസ് മഹിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രഭാവലയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടായി തോന്നാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല സംഭവം. യേശുവിന്റെ മഹിമ, ആ തേജസ് എന്ന് പറയുന്നത് എന്താണെന്നതിലേക്കാണ് ഇനി പോകുന്നത്. ശിഷ്യന്മാർ പറയാം, ഞങ്ങൾ അവന്റെ തേജസ്, ഏകജാതനായവന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്സായി കണ്ടു, ഞങ്ങൾ അവങ്കിലെ തേജസ് കണ്ടു. ആ തേജസ്സിന്റെ ആവിഷ്കരണം വളരെ ഭംഗിയോടെ പുതുനിയമം ചിത്രീകരിക്കുന്നുണ്ട്. അതിന്റെ പഴയ നിയമത്തിലെ ഒരു ലിങ്കാണ് ഇപ്പൊ നിങ്ങൾ വായിച്ചിട്ടുള്ള യെശയ്യാ 53. ഈ ഭാഗം വായിച്ചാൽ യേശുവിന്റെ ക്രൂശീകരണത്തെ പറ്റി കൃത്യമായ ഒരു സൂചന കിടക്കുകയാണ്. ഇവിടുത്തെ ഒരു അത്ഭുതം എന്താണെന്ന് ഞാൻ പറയാം. യെശയ്യാവ് ഇത് എഴുതുന്ന കാലത്ത് ക്രൂശീകരണം എന്നൊരു ശിക്ഷണ രീതി ഇല്ല ലോകത്തെന്നുള്ളതാണ്. അന്ന് ക്രൂസിഫിക്ഷൻ എന്നൊന്നില്ല. മാത്രമല്ല, നിങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റ് എടുത്തു നോക്ക്, ക്രൂസിഫിക്ഷൻ ഒരു വേർഡ് തരാനില്ല. അങ്ങനെ ഒരു വേർഡ് നിങ്ങൾക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണിക്കാൻ പറ്റില്ല. ക്രൂസിഫിക്ഷൻ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ക്രൂശീകരണം ഇല്ല. അങ്ങനെ ഒരു കാര്യമേ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇല്ല. പ്രവചനം പോലെ സൂചനയുണ്ട്. അപ്പോൾ മരത്തിൽ തൂങ്ങാന്നൊക്കെ ഉണ്ട്. പക്ഷെ ക്രൂശീകരണം എന്നൊരു ശിക്ഷ അന്ന് തുടങ്ങിയിട്ടില്ല. അന്ന് ആകപ്പാടെയുള്ള ശിക്ഷ 4 രീതിയിലാണ് കുറ്റം ചെയ്യുന്നവനെ കൊല്ലുന്നത്. 4 രീതി.
ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലലാണ്, കല്ലെറിഞ്ഞു കൊല്ലുക, സ്റ്റോണിങ് എന്ന് പറയും. സ്റ്റോണിങ് ആണ് ഒന്നാമത്തതെങ്കിൽ ബിഹെഡിങ് ആണ് രണ്ടാമത്തത്, അല്ലെങ്കിൽ സോഡിങ്, കഴുത്തറക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സ്ട്രാംഗ്ലിംഗ് ആണ്, ഞെരുക്കി കൊല്ലുക എന്നുള്ളതാണ്. അപ്പോ അടുത്തത് ഹാങ്ങിങ് ആണ്, തൂക്കിലെറ്റുക എന്നുള്ളതാണ്. ഈ 4 ശിക്ഷണ രീതികൾ ഉണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. സ്റ്റോണിങ് ആണെന്ന്, 2 ബിഹെഡിങ് ആണ്, അടുത്തത് സ്ട്രാംഗ്ലിംഗ് ആണ്, ഇനിയുള്ളത് എന്താ പറയുക, ഹാങ്ങിങ് ആണ്, മരത്തിൽ തൂക്കുക. ഹാമാനെ തൂക്കി കൊല്ലുന്നുണ്ടല്ലോ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ. അപ്പൊ ഇത്രയും ശിക്ഷണം എന്നുള്ളത് അത് തന്നെ എസ്തേറിന്റെ പുസ്തകത്തിലാണ്, ഒത്തിരി ലേറ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഇത്രയും ശിക്ഷണ രീതികൾ നടപ്പിലാകുന്ന സ്ഥലത്ത് നിന്ന് യെശയ്യാവ് പ്രവചിക്കുന്നത്, കൊണ്ടെത്തിക്കുന്നത് യേശുവിന്റെ ദാരുണ മരണം മറ്റൊരു രൂപത്തിലാണ്, ക്രൂസിഫിക്ഷനിലേക്കുള്ള ഒരു സൂചന പോവാണ്. ഒരിക്കലും നടക്കാതിരിക്കുന്ന, അതുവരെ ഇല്ലാത്ത, അവരാരും കണ്ടിട്ടില്ലാത്ത ഒരു ശിക്ഷയുടെ മുനമ്പത്ത് കൂടി കടന്നു പോകേണ്ടി വരുന്ന ദൈവപുത്രനെ കുറിച്ചുള്ള നിരീക്ഷണം. അതുപോലും അവ്യക്തമാണ്. എന്തിനാണ് എങ്ങനെ അവ്യക്തം വെച്ചാൽ മിസ്റ്ററിയാണ്. അപ്പൊ അത് നടന്നു കഴിയുമ്പോഴാണ് അതിന്റെ പവർ ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തില് ഈ ക്രൂശുമരണം എന്ന് പറയുന്നത് സത്യത്തില് ഒരു ഫിനീഷ്യൻ ശിക്ഷണ രീതിയാണ്. ഫിനീഷ്യ, നമ്മൾ ഫൊയ്നിക്യ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ആ സമൂഹം, ഫിനീഷ്യര്, അവരുടെ ഇടയിലെ ശിക്ഷണ രീതിയാണ്. കാർത്തേജിർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു രാജ്യമുണ്ട്, അവരും ഇത് പിന്നീട് നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ പേർഷ്യക്കാരും ഈ ക്രൂശുമരണം നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ അലക്സാണ്ടർ രാജ്യത്തും ക്രൂശുമരണമുണ്ട്. ബാബിലോണിയയിൽ നിന്നും ക്രൂശുമരണം ഇല്ല. ക്രൂശുമരണ ചരിത്രം എടുത്താൽ തന്നെ 300 കൊല്ലമേ പഴക്കമുള്ളൂ. യേശുവിൽ നിന്ന് 300 കൊല്ലം പുറകോട്ട് പഴക്കമുള്ളൂ. അവസാന പുസ്തകം മലാക്കി എഴുതുന്നത് 400 കൊല്ലം മുമ്പാണ്. അപ്പൊ പഴയ നിയമം എഴുതി 100 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ്, തീർന്നു കഴിഞ്ഞ് 100 കൊല്ലം കൂടി കഴിഞ്ഞാണ് വാസ്തവത്തിൽ ക്രൂശീകരണം ഉണ്ടാകുന്നത്, ആ ശിക്ഷണ രീതി ഉണ്ടാകുന്നത്. അതിന് വെട്ടിയെടുക്കുന്ന ഒരു മരം പോലും ഒരു മരത്തിൽ നിന്ന് ശിഖരം ഒരേ ധ്രുവത്തിൽ നിന്ന്, ഒരേ ഇടത്തിൽ നിന്ന് വീശിക്കിടക്കുന്ന ആ ശിഖരം മുറിച്ചെടുത്തുള്ള ഒരുതരം മരത്തിലാണ് ആദ്യം അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ മരം മുറിക്കാതെ തന്നെ അവിടെ ആ മരത്തിൽ തന്നെ ക്രൂശിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. എന്നാൽ ഇത് കുറെ വ്യാപകമാക്കുന്നത് റോമക്കാരാണ്. റോമക്കാര് വൻതോതില് ഈ ക്രൂശീകരണം നടപ്പിലാക്കി. അപ്പൊ യഹൂദന്മാർക്ക് അന്നൊരു പ്രമാണ രീതിയൊക്കെ ഉണ്ട്. ആ പ്രമാണം നിങ്ങൾ വായിക്കുക, അവിടെ എങ്ങും ക്രൂശിക്കാൻ ഒരു വാക്കുപോലും ഇല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എങ്ങും ഇല്ല നിങ്ങൾ ക്രൂശിക്കണം, ഇന്ന ആളിനെ ക്രൂശിക്കണം. കല്ലെറിഞ്ഞു കൊല്ലാൻ എത്ര ഇടത്തുണ്ട്, പക്ഷെ ക്രൂശിക്കാൻ വാക്കില്ല. ക്രൂശിക്കാൻ വേണ്ടി ഒരു നിബന്ധനയേ ഇല്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇപ്പൊ അമേരിക്ക ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും, ഒരു രാജ്യത്ത് ഒരു പൗരനെ ശിക്ഷിക്കാൻ വേണ്ടി, കൊല ചെയ്താൽ പോലും ശിക്ഷിക്കാൻ വേണ്ടി എഴുതി വെച്ചൊരു കാര്യമേ ശിക്ഷ കൊടുക്കാൻ പറ്റും. നമുക്ക് തോന്നലോ കൊടുക്കാൻ പറ്റില്ല. ഒരു ആളിനെ 10 പേരെ കൊന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് വധശിക്ഷ ഏർപ്പെടുത്തിയാൽ വധശിക്ഷയ്ക്ക് ഒരു വിധമുണ്ട്. ആ വിധമല്ലാതെ പറ്റില്ല. ചില രാജ്യങ്ങളിൽ വിഷം കൊടുത്ത് ഒക്കെ കൊല്ലുന്ന രീതിയുണ്ട്, വിഷം കുത്തിവെച്ചാൽ കൊല്ലുന്ന രീതിയുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ ആണെങ്കിൽ വധശിക്ഷ ഹാങ്ങിങ് ആണ്, തൂക്കിലേറ്റുകയാണ്. അപ്പൊ ഇതല്ലാതെ ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് പരസ്യമായിട്ട് വെട്ടിക്കൊല്ലാനോ ഒന്നും പറ്റിയില്ല. എന്റെ ആ ക്രൂരത മുഴുവൻ ഇവനോട് തീർത്തുകളയാ, എന്റെ പക മുഴുവൻ തീർത്തുകളയാന്നോർത്ത് വെട്ടാൻ പറ്റില്ല. പറയുന്ന രീതിയിലെ ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ റോമൻ ശിക്ഷണ രീതിയാണ് ഈ ക്രൂശുമരണം. ഇതിനകത്തൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു ക്രൂശുമരണ രീതി ചരിത്രത്തിലെങ്ങും ഇല്ല. ആവേശം കയറി ആരൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലേറ്റവും പ്രധാനം, ഈ ശിക്ഷിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ആള് ഈ കുരിശ് മൊത്തം ചുമക്കണ്ട. ആ കാണുന്ന ടീക പോലെയുള്ള ആകൃതിയിലുള്ള കുരിശ് അതേപടി എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെയല്ലത്. അത് വളരെ അതിശയോക്തി കൂട്ടിയാണ് നമ്മുടെ ചിത്രങ്ങളും സിനിമകളിലുമൊക്കെ ഈ ക്രൂശും കൊണ്ട് പോകുന്ന പോക്ക് കാണിച്ചേക്കുന്നത്. ദുഃഖവെള്ളി ആചരണം വരുന്നുണ്ടല്ലോ, അവിടെല്ലാം ഈ കുരിശിനെ ചിത്രീകരിച്ച് കാണിച്ചേക്കുന്നത് ആ തടിക്കഷണം 2ആയി വെച്ചിരിക്കുന്ന തടിക്കഷണം മൊത്തം കൊണ്ടുപോകുന്ന രീതിയാണ്. നല്ല കുരിശ് പൂർണ്ണമായി തന്നെ തോളിലെറ്റുന്ന രീതിയാണ്. അങ്ങനെയല്ലത്. മറിച്ച് ഈ ക്രോസ് ബാർ ഉണ്ടല്ലോ, തിരികെ വെക്കുന്ന ആ ക്രോസ് ബാർ, അത് മാത്രം ചുവന്നാൽ മതി. മറ്റേ തൂൺ അവിടെ എത്തിക്കേണ്ടത് പടയാളികളുടെ ചുമതലയാണ്. അത് അവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോ ഇത് തന്നെ ഒരു മനുഷ്യൻ ഈ പറയുന്ന പോലെ തോളെ വെച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ഇത്രയും വലിയ തടിക്കഷ്ണം കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ഒരാളുടെ ശരീരം മുഴുവൻ താങ്ങേണ്ട മരമാണ്. അത് വളരെ അതിശയോക്തി നിറഞ്ഞ വിധത്തിൽ യേശുവിന്റെ തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന പടമാണുള്ളത്. അപ്പോൾ മറിച്ച് ഈ ക്രോസ് ബാർ മാത്രം മതി. അത് നിയമമാണ് ഞാൻ പറഞ്ഞത്. ആ ക്രോസ് ബാറിന് ഒരു പേര് പറയാറുണ്ട്. അതിന് പറയുന്ന പേര് പാറ്റീബുലം എന്നാണ്. PATIBULAM, റോമൻ വേർഡാണ് പാറ്റീബുലം. ഇത് മാത്രം ചുമന്നാൽ മതി. ചുമന്നാൽ മതി എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വേറെ കാര്യം. അപ്പൊ ഇത് ഇദ്ദേഹം ചുമക്കണം. അപ്പോൾ ബാക്കി നേരെ നിൽക്കുന്ന ആ സ്റ്റെം ഉണ്ടല്ലോ, ആ സ്റ്റെമ്മിന് പറയുന്ന പേര് സിംപ്ലക്സ് എന്നാണ്. സിംപ്ലക്സ്. അപ്പോ സിംപ്ലക്സ്, SIMBLEX, സിംപ്ലക്സ് ആൻഡ് പാറ്റീബുലം. 2 പാർട്സ് ഓഫ് ക്രോസ് ആണ്. ക്രോസിന്റെ 2 പാർട്സുകൾ. ഒന്ന് നേരെ നിൽക്കുന്ന ഒരു സ്റ്റെം, ആ തടിക്ക് പറയുന്ന പേര് സിംപ്ലക്സ്.
ഇനി ബിലങ്ങനെ നിൽക്കുന്ന ഒരു തടി കഷ്ണം, അതിന്റെ പേരാണ് പാറ്റീബുലം. ഇതിലെ പാറ്റീബുലം മാത്രമാണ് ചുമക്കേണ്ടത്. അത് നമ്മൾ ഇന്ന് ഈ കാണുന്ന പോലെ ഭംഗി വരുത്തിയ സാധനമൊന്നുമല്ല. ഇന്ന് കാണുന്ന വിധത്തിൽ പോളിഷ് ഇട്ടതോ ഭംഗിയാർന്നതോ ആയിട്ടുള്ള ഒരു സാധനമേ അല്ല. അത് വളരെ മാരകമായ അല്ലെങ്കിൽ പരുക്കനായ ഒരു തടിക്കഷ്ണമാണ്. ഈ തടിക്കഷ്ണത്തിലാണ് തൂക്കുന്നത്. ഇത് തൂക്കുന്ന പലപ്പോഴും ഇങ്ങനെ ക്രൂശിക്കുന്ന ആളെ പലപ്പോഴും എന്താ പറയുക, രാജ്യദ്രോഹ കുറ്റത്തിനൊക്കെയാണ് ക്രൂശിക്കുന്നത്. രാജ്യത്തെ ചാരപ്പണി ചെയ്യുക, ഇതിനൊക്കെയാണ് ക്രൂശിക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇനി ക്രൂശ് മരണത്തിന്റെ വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നുകൊണ്ട് പറയാം. ഈ ക്രൂശിക്കുന്ന ആളിന്റെ ഈ കൈവെള്ളയിലല്ല ആണിയടിക്കുന്നത്. അതും തെറ്റായ ഒരു രീതിയാണ്. കൈവെള്ളയിൽ ആണിയടിക്കാൻ യാതൊരു പ്രമാണവും ഇല്ല. ഞാൻ തെറ്റായിട്ട് അവിടെ ചെയ്യില്ല. ഈ കൈവെള്ളയിൽ ആണിയടിച്ചാൽ പോരാ, മറിച്ച് നമ്മുടെ ഈ റിഡ്സ് ഇവിടെ തന്നെയാണ് ആണിയടിക്കേണ്ടത്. ഈ കൈക്കുഴ ഈ ഭാഗത്ത്. ഇതിന് നമ്മൾ മലയാളത്തിൽ മണിബന്ധം എന്ന് പറയുക. റിഡ്സ് അവിടെ തന്നെ ആണ് ആണിയടിക്കേണ്ടത്. അത് ആണി അടിക്കല്ല, തുളച്ച് കയറ്റിയിട്ട് പിന്നെയാണ് അടിക്കേണ്ടത്. തുളച്ച് കയറ്റുന്നതിന് മുമ്പ് ഇവരുടെ ഡോക്ടർ വരണം. ഇവരുടെ അയാളുടെ പേര് അപ്പോത്തിക്കരി എന്ന് വിളിക്കുന്ന വൈദ്യൻ വന്നിട്ട് മഷി കൊണ്ട് അടയാളപ്പെടുത്തണം ഇത് അടിക്കേണ്ട ഭാഗം. കൃത്യം അവിടെ അടയാളപ്പെടുത്തണം. ഈ ഭാഗത്തെ അടിക്കുള്ളൂ. അതിന് കണക്കും കാര്യമൊക്കെ ഉണ്ട്. കാലിലും അതുപോലെ കാല് വലിച്ചു പിടിച്ചിട്ട് ഈ കാലിന്റെ രണ്ട് ഭാഗത്തേക്ക് ഈ മഷി ഇടും. എന്നിട്ട് ആണ് ആണി അടിക്കുന്നത്. ആ കാല് തന്നെ കൃത്യം വരാനാണ് ആണി അടിക്കാതെ കുത്തി തിരിച്ച് കയറ്റിയിട്ട് പിന്നെ ആണി അടിക്കുന്നത്. അല്ലെ രണ്ടു വഴിക്കല്ലോ ആണി അടിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്ത് ഈ ബ്ലഡ് വൻതോതിൽ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ആളിനെ ഇങ്ങനെ അടി അടിച്ചിട്ട് ഇതിലേക്ക് കയറ്റി ക്രൂശിൽ റെഡിയാക്കി. ഈ ക്രൂശ് തമ്മിൽ ക്രോസും ഇതും കൂടെ യോജിപ്പിച്ചു വെച്ചിട്ട് അതിനുള്ള ഒരു സംവിധാനമുണ്ട്. അത് യോജിപ്പിച്ചു വെച്ചിട്ട് അങ്ങനെയാണ് ആ തടി വെട്ടിയിട്ടേക്കുന്നത്. എന്നിട്ട് കയറിന് വേണമെങ്കിൽ കെട്ടാം. ഇതിനുശേഷം ഇയാളിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ആണി കുത്തി ഇറക്കിയിട്ട് കാലിലും കയ്യിലും കുത്തി ഇറക്കുമ്പോൾ സകല ഈ നരമ്പുകളും വന്ന് പാസ് ചെയ്യുന്ന സ്ഥലമാണ്. കൂടിക്കിടക്കുന്ന ഞരമ്പ് കെട്ടുകൾ കൂടിക്കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ കുത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേകത, ആദ്യം പുറത്തു പോകുന്ന ബ്ലഡേ പോവുള്ളൂ, പിന്നെ ബ്ലഡ് പോവില്ല. പിന്നെ ബ്ലഡ് സ്ട്രക്ക് ആകുകയാണ്. പുറത്തേക്ക് ഒഴുകാനുള്ള വഴി അടക്കിയാണ് ഇത് കുത്തി. ഇത് കടന്നു പോകുക വഴി ഈ ഞരമ്പുകൾ ഒട്ടും. എന്നിട്ട് ബ്ലഡ് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലെത്തും. പക്ഷെ യേശുവിന്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ പുറത്തുപോയി എന്നുള്ളത് വേറൊരു സത്യം. ഞാൻ ക്രൂശീകരണത്തിന്റെ നിയമം ഒന്ന് പറഞ്ഞാണ്. എന്നിട്ട് കാലിലും ഇതുപോലെ ആദ്യം പുറപ്പെട്ടു പോരുന്ന ബ്ലഡ് ഒഴിച്ചാൽ പിന്നെ ബ്ലഡ് ഇല്ല. അതിന്റെ കാരണം ഈ ആള് അവിടെ കിടന്ന് മരിക്കേണ്ട ഒരു രീതിയുണ്ട്, മരിക്കേണ്ട ഒരു വിധമുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. നമുക്ക് ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ധർമ്മമാണല്ലോ ബ്ലഡിനുള്ളത്. അത് നടക്കാതെ വരും. അപ്പോൾ വൻതോതിൽ അശുദ്ധ രക്തം ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അശുദ്ധ വായു അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇത് സൂക്ഷിക്കപ്പെടുന്ന ഈ കാർബൺ ഡയോക്സൈഡ് കൂടുന്നു, ഓക്സിജൻ കിട്ടുന്നില്ല, ആള് ഒരു കോമാ സ്റ്റേജിലേക്ക് പതുക്കെ വീഴുകയാണ്. അപ്പോൾ സമ്മർദ്ദം കൂടിയിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ചങ്ക് പൊട്ടി ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരുതരം അറ്റാക്ക് പോലെയാണ് ആള് മരിക്കുന്നത്. അങ്ങനെ മരിക്കണമെന്നാണ്. അപ്പോൾ ഈ മരണം എളുപ്പമല്ല. കാരണം കോമാ സ്റ്റേജ് ചിലപ്പോൾ ഈ ആളങ്ങ് കിടന്നു പോകും. ഒരു അബോധാവസ്ഥ, മരണത്തിനും ജീവനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് അവൻ കിടക്കും. ആ ഒരുതരം ഡെഡ് സ്ലീപ്പാണ് അവിടെ കിടന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉറക്കം, ഒരു ബോധം ഉള്ളിലുണ്ട്, പക്ഷെ ശരീരമെല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയും. ഇതിൽ വേറൊരു ഭീകരതയുണ്ട്. ആ കിടപ്പ് ചിലപ്പോൾ മണിക്കൂറുകൾ കിടക്കും, ചിലപ്പോൾ ദിവസങ്ങൾ. ഇങ്ങനെ 7 ദിവസം വരെ ക്രൂശിൽ കിടന്നവരുണ്ടെന്നാണ് സ്ട്രാബോ എന്ന ഹിസ്റ്റോറിയൻ പറയുന്നത്. സ്ട്രാബോയുടെ നിരീക്ഷണത്തിൽ 7 ദിവസം വരെ മരിക്കാതെ കിടക്കും. അത് സ്വാഭാവികമാണ്. നമ്മുടെ ഐസിയിലൊക്കെ ആൾക്കാർ അങ്ങനെ കിടന്നിട്ടുണ്ടല്ലോ. മരണമാണോ അല്ല ജീവനാണോ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന അബോധാവസ്ഥ നമുക്കറിയാമല്ലോ. കോമാ സ്റ്റേജിൽ കിടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന ഒരു ഭീകരത എന്നുള്ളത്, ഈ കാക്കയും കഴുകനും പക്ഷികളും വന്ന് ഈ മനുഷ്യനെ കൊത്തും. അതാണ് ഏറ്റവും ഭീകരം. അപ്പോൾ ഇത് കൊത്തിയിട്ട് സ്വാഭാവികമായിട്ട് കൊത്തുമ്പോൾ എളുപ്പം പൊഴിഞ്ഞു പോകുന്ന ഭാഗങ്ങളുണ്ട്. കണ്ണ് ഇതൊക്കെ ഇളകും. അതുപോലെ കുടൽമാലകൾ തുറിച്ച് താഴെ വീഴും. ഒരു ഭീകര ദൃശ്യമാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ ആള് മരിക്കും. അപ്പോൾ രാത്രി മുഴുവൻ കനത്ത തണുപ്പ്, പകലുള്ള കനത്ത ചൂട്, ഇതിന്റെ രണ്ടിന്റെ ഇടയില് പുഴുക്കൾ അരിച്ച് ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഉറുമ്പുകളൊക്കെ ഇഴഞ്ഞു കയറി, പക്ഷികൾ പറന്ന്. ചുരുക്കത്തിൽ ഈ ക്രൂശ് മരണം നടക്കുന്ന ആ സന്ദർഭം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. ഇനി ഇതിന്റെ മറ്റൊരു ഭീകരത, റോമൻ കാലഘട്ടത്തിൽ ഈ പരസ്യശിക്ഷയാണ് ക്രൂശ് മരണം. നമ്മുടെ നാട്ടിലൊക്കെ വധശിക്ഷ നടപ്പിലാക്കുന്ന നമ്മൾ കാണത്തൊന്നുമില്ല. ആരും കാണാതെ വളരെ അതിന്റെ എല്ലാ ബഹുമാനവും, ഇയാൾ തെറ്റിയതിനെ കൊല്ലുക, അല്ല വൈരാഗ്യം വെച്ചുകൊണ്ടൊന്നും അല്ല ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത്. നമ്മളാരും കാണുന്നില്ല. കഴുത്ത് വലിച്ച് അവനെ കൊല്ലുന്ന രംഗവും നമ്മളാരും കാണുന്നില്ല. എന്നാൽ ഇപ്പുറത്ത്
അന്ന് നടക്കുന്നത് പരസ്യ ശിക്ഷയാണ്. അതുകൊണ്ട് വഴിയോരത്ത് ക്രൂശിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പൊ ഇതുപോലും പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആ നിരീക്ഷണത്തിന്റെ ഗൗരവം ഒന്ന് ബോധ്യം വരാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് വഴിയോരത്ത് ക്രൂശിച്ചിട്ട് ഈ ക്രൂശിലെ കുറ്റസംഗതി കൂടി എഴുതി വെക്കണമെന്നാണ്, ഈ തൂക്കിയിട്ടേക്കണം ഇതില്. അങ്ങനെയാണ് ക്രൂശീകരണ രീതി. അപ്പോൾ അടുത്തത്, മരിച്ചു കഴിഞ്ഞ മനുഷ്യന്റെ ശരീരം എടുക്കാനേ പാടില്ല, അത് ക്രൂശി കിടക്കണം. അവിടെ കിടന്ന് അത് ഉണങ്ങിക്കരിഞ്ഞ് സ്വയം പോവുകയോ ഭക്ഷിക്കുകയോ വേണം, പക്ഷിക്കുള്ളതാണ്. അപ്പൊ അത് ആ ഒരു ബോധം വരുന്നത് പേർഷ്യൻ മതചിന്തയിൽ നിന്നാണ് ഈ ക്രൂശിക്കപ്പെട്ട ആളിന്റെ ശരീരത്തെ പക്ഷിക്കിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇന്നും പാർസി മതസ്ഥര് അവരുടെ ആളുകൾ മരിച്ചാൽ ശവടക്കില്ല, പക്ഷികൾക്ക് കൊടുക്കുകയാണ് ആ പതിവ്. അവിടെ കൊണ്ടിട്ടിട്ട് പോരുകയാണ് പതിവ്. പക്ഷികൾക്ക് കിട്ടത്തക്ക വിധം മരിച്ചവന്റെ ശരീരത്തിന്റെ അവകാശികൾ പക്ഷികളാണെന്ന് അവർ കരുതുന്നു. അപ്പോൾ ഈ ഒരു ബോധം വന്നിട്ടുണ്ട്. അടുത്തായിട്ട്, എന്തിനാണ് ഇത് കുഴിച്ചിടാനൊന്നും പറ്റില്ല, കുഴിച്ചിടാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, ഈ ഭൂമി റോമക്കാരനൊരു ദേവനാണ്. അപ്പോൾ ഈ ദേവന്റെ പേര് അർമായത് എന്നാണ്. അർമായത് എന്ന് വിളിക്കുന്ന ഒരു ദേവനാണ്. ഈ ദേവൻ ഭൂമിയുടെ ദേവനാണ്. ഈ ഭൂമിയുടെ ദേവന്റെ ഉദരം പിളർന്ന് അല്ലെ മാറ് പിളർന്ന് ഇത്രയും ഒരു ഹതഭാഗ്യന്റെ, ഇത്രയും കൊള്ളരുതാത്തൊരുത്തന്റെ ശരീരം വേണ്ട, ഭൂമി എടുക്കത്തില്ല, ഇത് ആവശ്യമില്ല. അതിനു വേണ്ടിയാണ്. കാരണം മതവികാരം വളർപ്പെട്ടിട്ട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെ ഒരാളിന്റെ ശവശരീരം വെക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്നുള്ളത്, ഈ ശരീരം കത്തിക്കാൻ പാടില്ല. കത്തിക്കാൻ പാടില്ലാത്തത് അഗ്നി അവർക്ക് ദേവനാണ്, അഗ്നിക്കും വേണ്ട ഈ ശരീരം. ഇനി അടുത്തൊരു രീതി, വെള്ളത്തിൽ ഒഴുക്കുകയാണ്. വെള്ളത്തിനും വേണ്ട, വെള്ളം മലിനമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ജലം ദേവതയാണ്. അപ്പൊ ശവസംസ്കാരത്തിന്റെ 3 രൂപങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഭൂമിയിൽ കുഴിച്ചിടുക. 2, കത്തിച്ചു കളയുക. അല്ലെങ്കിൽ മൂന്നാമത്തേതാണ് വെള്ളത്തിൽ ഒഴുക്കുക, ഈ വെള്ളത്തിൽ സംസ്കരിക്കുക. ഇത് 3ഉം പറ്റില്ല. അപ്പൊ വെള്ളത്തിൽ സംസ്കരിക്കാൻ ഒഴുക്കി വിടുകയല്ല, വെള്ളത്തിലേക്ക് കനത്ത തടിക്കഷണങ്ങളോ കല്ലോ കെട്ടിയിട്ട് താഴ്ത്തുക എന്നുള്ള രീതി പണ്ടുണ്ടായിരുന്നു. ഈ രൂപത്തിലും പറ്റില്ല ശവസംസ്കാരം. ഇത് 3ഉം പറ്റില്ല. അപ്പോ അത് ജലത്തിന് കോപം ഉണ്ടാകും, ജലദേവത കോപിക്കും, ഭൂമിയുടെ ദേവത കോപിക്കും, അല്ലെങ്കിൽ അഗ്നി ഇഷ്ടപ്പെടുന്നില്ല. ഈ 3 കാര്യങ്ങൾ. ഇതുകൊണ്ട് ഇവിടെ തന്നെ കിടക്കണം. ഇവിടെ കിടന്ന് കാക്കകൾ കൊത്തിത്തിന്ന്, കഴുകൻ ഭക്ഷിച്ച്, താഴേക്ക് ഇരുന്ന് മാംസ തുണ്ടുകൾ വീഴാം. ഇത് വന്നിട്ട് കുറുക്കനും നായ്ക്കളും ഒക്കെ വന്ന് ഭക്ഷിക്കും. അപ്പൊ നായ്ക്കൾ എന്നെ വളഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം, അതായത് നായ്ക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. കാക്കകളും കഴുകനും ഒക്കെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇത്രയും ഭീകരമായൊരു ശിക്ഷയാണ്. അതുകൊണ്ടാണ് ചരിത്രകാരനായ ഹെറോഡോട്ടസ് പറയുന്നത് അത് ഏറ്റവും ഭീകര ശിക്ഷ തന്നെയാണ്, ഏറ്റവും ഭീകര ശിക്ഷ, മഹാഭീകര ശിക്ഷ. സ്ട്രാബോയി അത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ കണ്ടതിലെ ഏറ്റവും ഭീകര ശിക്ഷയാണ് ഈ ക്രൂശുമരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്ര ഭീകര ശിക്ഷ. ആ ഭീകര ശിക്ഷ യേശുവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നത് സത്യത്തിൽ അത് അങ്ങനെയാണ് ഒരാൾ മരിച്ചത് എന്ന് പറയുന്നത് സത്യത്തിൽ അപമാനകരമായ ഒരു കാര്യമല്ലേ? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മുടെ വീട്ടിൽ ഒരാൾ അങ്ങനെ മരിച്ചു എന്നത് നമുക്ക് അപമാനകരമായ ഒരു കാര്യമാണ്. ചില പറയില്ലേ, നല്ലൊരു ശവസംസ്കാരം പോലും കിട്ടാതെ ആളിന് കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറയുന്നൊരു ഭാഗമില്ല. അപമാനം. ഇങ്ങനെ ഒരാളാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് നമ്മൾ ആരെയോടെങ്കിലും പറയുമോ? ഒരിക്കലും പറയുകയില്ല. പക്ഷെ ഈ മരണം മുമ്പിൽ വെച്ചപ്പോൾ അപമാനം അലക്ഷ്യമാക്കാതെ, അപമാനിക്കപ്പെടുമെന്നൊന്നും ഓർക്കാതെ അവൻ ഈ ക്രൂശ് ചുവന്നു. അത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. യേശു തിരഞ്ഞെടുത്തതാണ് ആ ക്രൂശ് മരണം. ആ തിരഞ്ഞെടുപ്പ് ഇന്ന് സംഭവിച്ചതല്ല. പിതാവാം ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ പദ്ധതി കാലങ്ങൾക്കപ്പുറത്തുണ്ടായിരുന്നത് ഈ തിരുവെഴുത്ത് എഴുതി വെച്ചു. എന്നിട്ട് ഈ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിനെ പറ്റിയും ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. എന്താണത്? അവർക്ക് കൊടുക്കുന്ന ഇതര ശിക്ഷകൾ, ആ ശിക്ഷകളും പ്രധാനമാണ്. അടിയാണ്, ചാട്ടക്കുള്ള അടി അല്ലെങ്കിൽ ചമ്മട്ടിക്കുള്ള അടി. ഈ ചമ്മട്ടിയെ പറ്റി ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അത് വെറുതെ 40 അടി അടിക്കല്ല, 1 കുറയെ 40 അടിയാണ് യഹൂദനാണെങ്കിൽ കൊടുക്കുക. റോമക്കാരനാണെങ്കിൽ 50 അടി തീർത്തു കൊടുക്കും. എന്തിനാണ് 1 കുറയെ 40 അടി എന്നറിയണ്ടേ? ഈ എണ്ണം തെറ്റിപ്പോയി ഒരു അടി കൂടിപ്പോയാൽ അത് ലോ ബ്രേക്ക് ആവും, ന്യായപ്രമാണം ലംഘിക്കും. അങ്ങനെ ആ ന്യായപ്രമാണം ലംഘിക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് 39 തീർക്കും, ഒരു ചെറിയ വിട്ടുവീഴ്ച. ഈ റോമക്കാരൻ അടിക്കുന്നത് അങ്ങനെ അവന് നിയമം ഇല്ലാത്തതുകൊണ്ട് ഈ 40 തീർത്തടിക്കും. ഈ അടി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിക്കേ, 40 അടി ഒരുത്തരെ അടിക്കുന്നവൻ ക്ഷീണിച്ചു പോകില്ലേ എന്നാലോചിച്ച്. ഭയങ്കര പാടാണ്. അപ്പോ 40 അടി നിസാരമല്ല. അതിനു മുമ്പ് ആളിന്റെ അടിക്കൊരു നിയമമുണ്ട്. അത് കുനിച്ച് താഴേക്ക്, നിങ്ങളിൽ ഇസ്രയേലിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, യേശുവിനെ പോലുള്ള ആളുകളെ അന്ന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, പബ്ലിക്. അതിനുവേണ്ടി തന്നെ ഒരു ഏരിയ ഉണ്ട്. കുനിച്ച് കിടത്തിയിട്ട് ആള് കമന്നൊരു പാറയുടെ പുറത്ത്, അതിനുവേണ്ടി വെട്ടിയെടുത്തൊരു പാറയാണ്, അതിൽ കമത്തിയിട്ടിട്ടാണ് ആദ്യത്തെ 10 അടി അടിക്കുക. ആദ്യത്തെ 10 അടി അടിച്ച ശേഷം ഒരു റെസ്റ്റ് ആണ്. 10 അടി അടിച്ച ശേഷം ഒരു റെസ്റ്റ്. അതിനുശേഷം
അടുത്ത 10 അടിക്ക് മറ്റൊരാളാണ് വരുന്നത്. ആദ്യം അടിച്ചത് നേരെയാണെങ്കിൽ വെർട്ടിക്കൽ ആണെങ്കിൽ അടുത്ത ആൾ വന്നിട്ട് ഹൊറിസോണ്ടൽ ആയ ഒരു പൊസിഷനിൽ അടിക്കുന്നത്. അപ്പോഴേക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഈ പരമ്പിൽ കാണുന്ന പോലെയുള്ള പാട്, അത് കൃത്യം പരമ്പിൽ കാണുന്ന പോലെ പാട് വേണമെന്നില്ല, ഇങ്ങനെയുള്ള 4 അടി 10 അടി, ഇങ്ങനെയുള്ള 10 അടി. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഈ പരമ്പ് നെയ്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു പാട്. പുതിയ കുട്ടികൾക്ക് ഈ പരമ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്നൊരു സംശയമുണ്ട്. ഈ ഇഴകൾ ഇങ്ങനെ ആ വിധത്തിലുള്ള അടി, ഇതിനാണ് അടിപ്പിണരുകൾ എന്ന് പറയുന്നത്. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അടിയുടെ ഭീകരത നിങ്ങൾ ഓർത്തേ. അടിപ്പിണരുകൾ സൃഷ്ടിക്കുമ്പോൾ, ശരീരത്തിൽ ഇങ്ങനെ പാടുകൾ സൃഷ്ടിക്കുമ്പോൾ സൗഖ്യം വരികയല്ല, രോഗം ഭീകരമാവുകയാണ്. ഇതൊരു യേശുവിന്റെ ക്രൂശ് മരണം ഒരു ആന്റിബയോട്ടിക് ചികിത്സ പോലെ. അതായത് ഏത് രോഗമുണ്ടായോ ആ രോഗത്തിൽ നിന്ന് തന്നെ രോഗത്തിന് ശമനം വരുത്തുന്നത് പോലെ നമുക്ക് സെയിം തത്വം നമുക്കിവിടെ കാണാം. അവൻ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ പേര്. സഹോദരങ്ങളെ, ഒരു സത്യം ഇതിനകത്തുണ്ട്, മറ്റൊരു സത്യം. അതായത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് വഴിയിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് നാട് ശാന്തമാണ്. ആൾക്ക് പേടിയാ പാപം ചെയ്യാൻ, ഭയമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പാപം ചെയ്യാത്തത് ഇങ്ങനെ ശിക്ഷ വരുമെന്നോർത്തല്ലല്ലോ, നമ്മളെയും ക്രൂശിക്കുമെന്നോർത്തല്ല, മറിച്ച് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് സ്വയം ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള നമ്മുടെ വേദന നിമിത്തമാണ് നമ്മൾ ഇന്ന് തെറ്റ് ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നത്. അതിന്റെ കാരണം പേടിച്ചല്ല, എന്നെയും ക്രൂശിക്കുമല്ലോ എന്നുള്ള പേടിയല്ല. വാസ്തവത്തിൽ ഭക്തനെ സംബന്ധിച്ചോളം നരകശിക്ഷ പോലുമല്ല തെറ്റ് ചെയ്യാതെ മാറി നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ഗുരുവിനോടുള്ള സ്നേഹമാണ്, ഗുരുവിനോടുള്ള ആ ബഹുമാനമാണ് തെറ്റ് ചെയ്യാതെ നമ്മളെ മാറ്റി നിർത്തുന്ന ഘടകം. അല്ല നരകം വരുമെന്നോ പ്രതിഫലം കിട്ടാൻ വേണ്ടിയോ അല്ല, മറിച്ച് എന്തിനാണ്? എന്റെ നാഥൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാൻ അവന് കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയുണ്ട്, ഞാൻ അവന് കൊടുക്കേണ്ടി വരുന്ന ഒരു ബഹുമാനമുണ്ട്. അതാണ് എന്റെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ആ വ്യക്തിയുടെ ഭീകരമായ അവസ്ഥാവിശേഷങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി. അപ്പോൾ അടിച്ച് പീഡിപ്പിച്ച് ശരീരം ഇങ്ങനെ പാതി ബോധം പോലും പോകുന്ന വിധത്തിലാണ്. പക്ഷെ ഈ അടി കഴിഞ്ഞിട്ട് നടക്കുന്ന, അടി കൊടുക്കുന്നത് പീലാത്തോസ് അടിക്കുന്ന തന്നെ ക്രൂശീകരണം ഒന്ന് ഒഴിവാക്കിയേക്കാം എന്നോർത്താണ്. അയാളൊരു മദ്യപാനിയായ മനുഷ്യനാണെന്നാ ചരിത്രം പറയുന്നത് പീലാത്തോസ്. അപ്പോൾ നല്ല ബോധമൊന്നുമില്ല, പക്ഷെ ഇയാൾ യേശുവിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എങ്ങനെങ്കിലും ആള് പോന്നേ പോട്ടെന്നുണ്ട്. അതിന്റെ കാരണം അറിയാം, ഈ പീലാത്തോസിന്റെ മുമ്പിൽ ഇത് വലിയ കുറ്റമൊന്നുമല്ല. എന്താ കുറ്റം? യേശു പറഞ്ഞു ഞാൻ രാജാവാന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ക്രൂശിക്കാൻ പറ്റുന്നേ? നമുക്കൊരു വലിയ തെറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ കൊച്ചു കുട്ടികൾ വന്നിട്ട്, കുഞ്ഞുങ്ങൾ വന്ന് ഗ്രാൻഡ് പാഡ് എടുത്ത് പറയല്ലേ, മമ്മി എന്നെ ഇങ്ങനെ ചെയ്തു, മമ്മിയെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോഴേക്ക് ഈ കുഞ്ഞ് പ്രതീക്ഷിക്കുന്ന വലിയ ശിക്ഷയാണ്. അതിന് പകരം നമ്മൾ 2 വഴക്കുമൊക്കെ പറഞ്ഞ് വിടുന്നത് എന്തിനാ? അഡ്ജസ്റ്റ്മെന്റിൽ. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ കുഞ്ഞിനൊരു തൃപ്തി വരണം, അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ കുഞ്ഞ് നിലത്ത് വീണിട്ട് പറയും കുഞ്ഞ് എവിടാ വീണ? ഇന്നെടുത്താണ്. കുഞ്ഞിനെ ആരാ? ഈ കസേരയാണോ തല്ലി കിട്ടുക? നമ്മൾ ഈ കസേര ഒരു തള്ളു. കുഞ്ഞ് അങ്ങ് തൃപ്തിയായി, ഭയങ്കര സന്തോഷമായി. അതിന്റെ കാരണം കസേരയ്ക്ക് ഇതൊന്നും പറ്റിയില്ലെന്ന് കുഞ്ഞിന് വലിയ ബോധമില്ല. അപ്പൊ ഇത് ഒരു ന്യായാധിപൻ ശിക്ഷ കൊടുക്കുന്നത് ഇങ്ങനല്ലല്ലോ. പ്രതിയുടെ തൃപ്തിക്കല്ല ന്യായാധിപൻ ശിക്ഷ കൊടുക്കുന്നത്. എഴുതി വെച്ചൊരു കാര്യമാണ് ന്യായാധിപൻ ശിക്ഷ കൊടുക്കുന്നത്, അതേ കൊടുക്കാൻ പറ്റുള്ളൂ, എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ കേരളത്തിലൊക്കെ ചില കേസുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ആളിനിപ്പോ വധശിക്ഷ കൊടുക്കും, പക്ഷെ ജീവപര്യന്തേ കിട്ടുള്ളൂ. ജീവപര്യന്തം കിട്ടാനുള്ള കാരണം ഈ കോടതിക്ക് ഇൻഫർമേഷൻ പോരാ, കോടതിക്ക് എവിഡൻസ് ആണ് വേണ്ടത്, പ്രൂവ് വേണം. നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. കുറെ ഇൻഫർമേഷൻ അവിടെ വെട്ടി ഇയാൾ ഇത്ര ചെയ്തു, നോ, ഇവിടെ പ്രൂവ് കൊണ്ടുപോവാ. വക്കീലിനോട് നിങ്ങൾ പ്രൂവ് കൊണ്ടുപോവാന്നേ. ചുമ്മാ രണ്ടുപേരും തമ്മിൽ ഫോണി സംസാരിച്ചു, അത് ഗൂഢാലോചനയാ. ഫോണി സംസാരിച്ചു എന്നുള്ള ശരി, പക്ഷെ ഗൂഢാലോചനയാന്ന് പ്രൂവ് ചെയ്യുക. അത് എങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത്? അപ്പൊ പത്രം വായിച്ചവന് ഇത് കേൾക്കുമ്പോൾ ഓർക്കും ഇപ്പൊ എന്തേണ്ട ഇവിടെ വലിയ സംഭവം നടക്കും. ഇല്ല, പത്രം വായിച്ചിട്ടൊന്നും കോടതിക്ക് നടപടി എടുക്കാൻ പറ്റില്ല. അവിടെ ശരിക്കും ഡോക്യുമെന്റ്സ് വേണം. അപ്പൊ ആ പ്രൂവ് കൃത്യം കിട്ടാതെ കോടതി ഒരു ആക്ഷൻ എടുക്കില്ല. അപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? പീലാത്തോസിന് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ കുറ്റകൃത്യം വലുതായിരിക്കണം. കുറ്റകൃത്യത്തിന്റെ അത് സിവിയർ ആണെങ്കിൽ അതിനനുസരിച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വേണ്ട ഇവരെല്ലാം വിളിച്ചു പറയാ ക്രൂശിക്കുക. പീലാത്തോസ് ഇത് വെറുതെ ചെയ്യാൻ പറ്റിയ കാര്യമാണോ? ഒരു മനുഷ്യനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്യാൻ പറ്റിയ കാര്യമല്ല. എന്താ ഇവന്റെ കുറ്റം? അപ്പൊ കുറ്റം ചോദിച്ചപ്പോൾ അത് സിവിൽ കേസിന്റെ സ്വഭാവമുള്ള കുറ്റമാണ്. സിവിൽ കേസ് മനസ്സിലായല്ലോ, ഒരു ഫൈൻ അടിച്ചൊക്കെ വിടാൻ പറ്റിയ കുറ്റമാണ്. ഫൈൻ അടിക്കുക, അത്രേ ഉള്ളൂ, നടക്കുള്ളൂ. അതിനപ്പുറത്തെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഫൈൻ അടിച്ചിട്ട് അങ്ങ് വിടുക. അപ്പോൾ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ കേരളത്തിൽ ശിക്ഷയുണ്ട്. അപ്പൊ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവനെ നമുക്ക് പിടിച്ച് വധശിക്ഷ കൊടുക്കാൻ പറ്റുമോ? അതിന് 500 രൂപയുടെ പെറ്റിയുണ്ട്, അത്രേ ഉള്ളൂ. അതിപ്പറവും ചെയ്യാൻ പറ്റില്ല, ജയിലിടാനൊന്നും പറ്റില്ല. 500 രൂപയുടെ പെറ്റി അടച്ചാൽ മതി. അപ്പൊ കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച്, ഒഫൻസിന്റെ ഗൗരവം അനുസരിച്ചാണ് പണിഷ്മെന്റ് വരുന്നത്. അപ്പൊ പീലാത്തോസിനോട് പറയുന്നത് എന്താ? ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു ഇതൊക്കെ നിങ്ങളുടെ മതകാര്യമല്ലേ, നിങ്ങളുടെ മതകാര്യം ഇവിടെ ഇട്ട് ചർച്ച ചെയ്യാതെ അത് കൊണ്ടുപോകും. നിങ്ങൾ ഇവിടെ ഇത് ഒന്നാമത് പീലാത്തോസിന് ഈ വേർഷം പിടികിട്ടുതരാം, ഒന്നും പിടികിട്ടുതരാം. ഒരിക്കലും നമ്മുടെ ഏതോ ഒരു ചർച്ചില് അന്യഭാഷാ ഭാഷണം ഇല്ലാത്ത ആളുകളെ പണ്ട് സെക്രട്ടറി ആക്കിയില്ല. അപ്പൊ അത് നിർബന്ധമായിരുന്നു.
അപ്പൊ ആരോ പിടിച്ച് സെക്രട്ടറി ആക്കിയിട്ട് പാസ്വായിട്ട് ഉടക്കി കഴിഞ്ഞപ്പോൾ പുള്ളി ഈ പറഞ്ഞ അന്യഭാഷ ഇല്ലാത്തതുകൊണ്ട് വേവിച്ചാൽ നാളെ മുതൽ സെക്രട്ടറി ആകേണ്ടെന്ന് പറഞ്ഞു മാറ്റി. അയാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന നായരാണ് ജഡ്ജി. പുള്ളിക്ക് ഇത് പിടികിട്ടുന്നില്ല. അവസാനം ചോദിച്ചു, ഇത് നിങ്ങൾ കുറെ നേരം പറയുന്നുണ്ട് ഈ അതർ ടങ്സ് ഇതെന്താ സംഗതി മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ പറഞ്ഞു. അപ്പൊ വക്കീല് പറഞ്ഞത് ഈ ബന്ധുക്കുസുകാർക്ക് ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടി കഴിയുമ്പോഴേക്ക് ഒരു പ്രത്യേക രീതി വന്നിട്ട് അവരിങ്ങനെ പറയുന്ന ഒരു പതിവുണ്ട്. അത് ഈ പുള്ളി പറയുന്നില്ല. കോടതി പറഞ്ഞ നാളെ മുതൽ ഇദ്ദേഹം അങ്ങ് പറയണം, പ്രശ്നം തീർന്നില്ല, പരിഹാരം പറയാം. അപ്പൊ നാളെ മുതൽ നിങ്ങൾ അങ്ങ് പറഞ്ഞോ, നിങ്ങളും പറ, ആ പുള്ളിയുടെ പറയട്ടെ, പുള്ളിക്കൂടെ പറയാൻ അനുവാദം കൊടുക്ക്, പ്രശ്നം തീർക്കാൻ പറഞ്ഞു. പുള്ളിയുടെ വിചാരം ഇത് ഒരു സമയമാകുമ്പോഴത്തേക്ക് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ പുള്ളി പറഞ്ഞു നാളെ മുതൽ സഭയ്ക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞിരിക്കണം, പൊക്കോളാൻ പറഞ്ഞു. അപ്പം അതാ കൊരിന്ത്യരെഴുതി പറയുന്നത്, അവിശ്വാസിയെടുത്ത് വ്യവഹാരത്തിന് പോയാൽ അവൻ ഇങ്ങനെ ഉത്തരവിടത്തുള്ളൂ. അവിശ്വാസിയെടുത്ത് വ്യവഹാരത്തിന് പോയാൽ ഇങ്ങനെ ഉത്തരവിടത്തുള്ളൂ, അല്ല എങ്ങനെ പറ്റുന്നേ? അപ്പം അന്യഭാഷ വേണോ നമുക്ക് IPC-ക്കകത്തോ ചർച്ചകൂടിനകത്തോ ഇരുന്ന് പറയുന്ന പോലെയല്ലോ കോടതി നടക്കും. അവിടെ വേറൊരാളായിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പാർട്ടിക്ക് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പുള്ളിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കാര്യത്തിനനുസരിച്ചാണ് വിധി പറയുന്നത്. ഇനി വേറൊരു കേസിൽ ഇതുപോലെ ഒരാളോട് അന്യഭാഷ എന്താണെന്ന് വെച്ചാൽ പുള്ളി അവിടെ നിന്ന് ലാസ്റ്റ് പറയാൻ നിർബന്ധിതനായി കോടതിക്കകത്ത്. പുള്ളി ഒന്ന് കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ അന്യഭാഷ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഈ ഭാഷ ഇനിയും പള്ളിയിലെന്നല്ല എങ്ങുമേ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കേട്ടതാണ് ഭാഷയെങ്കിൽ എങ്ങുമേ ഇത് വേണ്ട, നിർത്തിയേക്കാൻ പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ അവിടെ കൊണ്ട് വലിച്ചിഴക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ പീലാത്തോസിന്റെ കോടതിയിൽ ഈ വേർഷൻ അയാൾക്ക് പിടികിട്ടണില്ല, അയാൾക്കിത് പിടികിട്ടില്ല. അയാൾ പറഞ്ഞു ഇതെന്താ കുറ്റം? അപ്പൊ പറഞ്ഞു നികുതി അടക്കല, ഇവന് എന്താ പറയുക, ദേവാലയം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. അതെന്താ പ്രശ്നം? അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? നമുക്ക് തന്നെ ആ കെട്ടിടം പൊളിച്ചിട്ട് ഞാനാണ് ഇങ്ങനെ പണി. അപ്പൊ വക്കീൽ വാദിച്ച ഇത്രേ ഉള്ളൂ, അത് അഭിപ്രായം പറയത്തില്ലേ, അല്ല പൊളിച്ചില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. അവസാനം ഗുരുതരമായൊരു കുറ്റെടുത്തിട്ട് ഇവൻ രാജാവെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പാണ് ഈ അടിയെല്ലാം കിട്ടുന്നത്. അടി കിട്ടിയിട്ട് കയ്യിൽ ഇവരുടെ ചെങ്കോലും പിടിപ്പിച്ച് മേലങ്കിയൊക്കെ ധരിപ്പിച്ച് കൊണ്ട് നിർത്തിയിരിക്കും. ഇത് തന്നെ തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ കയറി ജനക്കൂട്ട വിചാരണ നടത്തി ആള് മരിക്കാൻ പാടില്ല, ആളിനെ നമ്മൾ തൊടാൻ പാടില്ല. പോലീസ് എന്തിനാണ് ഈ പ്രതിയെ ഇങ്ങനെ വകഞ്ഞു വെച്ചിരിക്കുന്നത്? അവന്റെ ശരീരത്ത് നമ്മൾ കയറി തൊട്ട് കഴിഞ്ഞാൽ കളി മാറും, പോലീസിന്റെ കയറി പ്രശ്നമാകും. അവനെ നമുക്ക് തൊടാൻ നോക്കത്തില്ല. അതിനാ കോർട്ടുള്ളത്, വിധി നടപ്പിലാക്കാൻ സൗകര്യമുള്ളത്, സംവിധാനമുള്ളത്. അവരാണ് ശിക്ഷിക്കേണ്ടത്, നമ്മൾ കയറി ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി അവൻ കുറ്റവാളി എന്ന് സ്ഥാപിക്കുന്നവരെ അവന്റെ സംരക്ഷണം പോലീസിനാണ്. നല്ല ഫുഡ് അവന് കൊടുക്കുന്നതിന്റെ കാരണം എന്താ? അവൻ ഈ രൂപത്തിലൊക്കെ മരിച്ചുപോയ കളിയങ്ങ് മാറി, അവസ്ഥ മാറി. ഈ പരിഗണന ഒന്നും കിട്ടാത്ത വിചാരണ, ഈ പരിഗണനയുടെ ഒരു കണിക പോലും കിട്ടാത്ത വിചാരണ. അതിനാ സങ്കീർത്തനം പ്രവചിച്ചത്, കൃത്യമായി പറഞ്ഞത്, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. സഹതപിക്കാൻ ആരുമില്ലാതെ, ഒരു വാക്ക് പറയാൻ ആരുമില്ലാതെ യേശു ഒറ്റയ്ക്ക് ഈ പീഡ സഹിക്കുമ്പോ അടിയേറ്റ തീർത്ത പാടുകളോടെ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ചോരത്തുള്ളികളൊക്കെ ഇറ്റി വീഴുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭീകര രംഗം കണ്ടാൽ ആരുടെ മനസ്സാണ് അലിയാത്തത്? ഏത് ക്രൂരന്റെ മനസ്സും അലിയും. പീലാത്തോസിന്റെയും മനസ്സലിഞ്ഞെങ്കിൽ മനസ്സലിയാത്ത മനസ്സായിരുന്നു ശരിക്കുമുള്ള യഹൂദന്റെ മനസ്സ്. അതിന്റെ കാഠിന്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയട്ടെ. പീലാത്തോസിനെ പോലെ ഒരു ജാതീയന്, ഒരു റോമക്കാരന് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നും യേശുവിനെ കുറിച്ചുള്ള ആ ബോധം എത്ര നമ്മുടെ ഹൃദയത്തെയാണ് അലിയിച്ചു കളയുന്നത്. യേശു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സലിവില്ലേ? കർത്താവിന്റെ ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് തരുന്ന ഒരു സഹതാപമൊന്നും അല്ലത്, മറിച്ച് നമ്മെക്കുറിച്ച് തന്നെയുള്ള ഒരു ബോധം. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അനുഭവിക്കുന്ന ഒരു ബലിമൃഗം പോലെ പീഡിപ്പിക്കപ്പെടുന്നവനെ കുറിച്ചുള്ള ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ എക്കാലഘട്ടത്തിലെയും കരുത്ത്. നമ്മളൊക്കെ സുവിശേഷ യോഗത്തിന് പോകുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട പ്രസംഗം എന്താ? യേശു ക്രൂശിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ ശത്രു നിന്നുകൊണ്ട്, നമുക്ക് മാനസികമായി ഇഷ്ടമില്ലാത്ത ഒരുത്തൻ നിന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് പറയുമ്പോഴും നമ്മളൊന്ന് കേൾക്കാൻ നിൽക്കിയല്ലേ? എന്താ കാരണം? അതൊരു സദ്വാർത്തയാണ്, അതൊരു സുവിശേഷമാണ്. ആ വാർത്ത കേൾക്കുന്ന ആവേശം അത്ര വലുതാണ്. അപ്പോൾ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കൊണ്ടുപോകുന്ന ഏറ്റവും ഭീകരമായ ആ സംഭവങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ട് ക്രൂശിലേക്ക് ആനയിക്കുക. ആ ക്രൂശിലേക്ക് ആനയിക്കുമ്പോൾ യേശു സന്തോഷത്തോടെ അത് സഹിച്ചു, സന്തോഷത്തോടെ ക്രൂശിച്ചു വന്നു. സാധാരണ ഇത് പറയാൻ കാരണം, ഈ ക്രൂശിച്ചു വന്നു പോകുന്ന ആളുകളുടെയൊക്കെ സമനില തെറ്റാറുണ്ട്, ഭ്രാന്തവർക്ക് വരാറുണ്ട്. കാരണം ഇത്രയും ഭീകര ശിക്ഷയ്ക്ക് എന്നെ കൊണ്ടുപോവുകയാണെന്നുള്ള ഓർമ്മകൾ അവരുടെ സമചിത്തത നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. അവർ നടന്നു പോകുന്ന പാതയിലൊക്കെ തന്നെ റോമാ ഗവൺമെന്റിന്റെ വ്യവസ്ഥയെ ചീത്ത പറഞ്ഞും പുലഭ്യം പറഞ്ഞും ആണ് പോകുന്നത്. സമനില തെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഞാനിത് ഓർക്കാറുണ്ട്. ക്രിസ്തുഭക്തന്മാരുടെ മരണത്തില് ഈ സമനില തെറ്റലില്ല. പൗലോസിനെയും കൊല്ലുന്നത് ഏതാണ്ട് ഭീകരമായ രൂപത്തിലല്ലേ? പത്രോസിനെ കൊല്ലുന്നതും ഭീകരമായൊരു രൂപത്തിലല്ലേ? അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ ആർക്കാണ് ഒരു നല്ല മരണം കിട്ടിയത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഒരാൾക്കും കിട്ടിയില്ല. 12 ശിഷ്യന്മാരിൽ ഏകദേശമൊക്കെ സ്വാഭാവികമായി മരിച്ചു എന്ന് പറയാൻ പറ്റുന്നത് യോഹന്നാനാണ്. അതിനു മുമ്പ് യോഹന്നാൻ തന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 12 പേരും പീഡിപ്പിക്കപ്പെട്ടു. മരണത്തിന്റെ ഭീകരത തൊട്ടുമുമ്പിൽ വരുമ്പോഴും മരണമേ നിന്റെ ജയം എവിടെ എന്ന് പാടാൻ അധികാരം ലഭിച്ചവരായിരുന്നു ദൈവത്തിന്റെ മക്കൾ. പീഡിപ്പിക്കാൻ വരുന്ന ശത്രുവിനോട് പറയാ, നിനക്ക് ജയിക്കാനാവില്ല. നമ്മളും ഈ പ്രഭാതത്തിൽ ശത്രുവിന്റെ മുഖത്ത് നോക്കി പറയണം, നിനക്ക് ജയിക്കാനാവില്ല, ഒരിക്കലും ജയിക്കാനാവില്ല. മരിച്ചാലും ജയിക്കുന്നവരാണ് നമ്മൾ. മരണത്തിന് മരണം വിധിച്ചവനാണ് നമ്മുടെ കൂടെ. മരണത്തിന് മരണം കൊടുക്കുന്നതാണ് സുവിശേഷം. മരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് സുവിശേഷം. അപ്പോൾ ആ ഒരു വലിയ പ്രക്രിയയ്ക്ക് യേശു വിധേയനാകുന്നു. അപ്പോൾ ഇത് സന്ദർഭികമായി ഒന്ന് സംഭവിച്ചിട്ട് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്ന അല്ലല്ലോ നമ്മൾ. അതാണ് അതിന്റെ പ്രത്യേകത. യേശു വന്ന ആപത്തത്തിൽ അങ്ങാണ്ട് മരിച്ചുപോയപ്പോൾ നമ്മളെല്ലാം കൂടെ കൂടിയിട്ട് പറയാം, ആ മരണത്തിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു പറഞ്ഞിരിക്കുകയല്ല. അതാണ് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യം. മരിച്ചതിന്റെ ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വെളുപ്പിച്ച് വ്യാഖ്യാനിച്ച് അത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല നമ്മൾ ചെയ്തത്. കാരണം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ ക്രൂശിന്റെ സ്പന്ദനം കൃത്യം ഒപ്പിയെടുത്തിട്ട് ഈ യെശയ്യാ 53 പറയാണ്. ഇത് വായിക്കുമ്പോൾ തിരുമേശ ആചരിക്കുന്ന വേളയിൽ ഇത് വായിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് നമ്മുടെ ഹൃദയത്തിന് തരുന്ന ഒരു സ്വാന്തനം എത്ര വലുതാണ്. കാരണം ഇത് വായിക്കുമ്പോൾ നമ്മൾ ക്രൂശിലേക്ക് എത്തുകയാണ്, യേശുവിലേക്ക് എത്തുകയാണ്. ഇത്രയും ഹൃദ്യമായ ഒരു കവിത, ഇത്രയും നമ്മുടെയും നെഞ്ചും വിലാപ്പുറവും ഒക്കെ കുത്തിത്തുളയ്ക്കുന്ന ഒരു വേദന കൊണ്ട് നമുക്ക് പാപബോധം വരുത്തുന്ന ഒരു കവിത യെശയ്യാവ് എഴുതി ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആ കവിതയിലെ വാക്കുകൾ നമ്മളെ വേട്ടയാടുകയാണ്. കവിത പോലെയാണത് പ്രവചനം അവിടെ കിടക്കുന്നത്. അത് നമ്മളെ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമാധാനത്തിന് ശിക്ഷ ഏറ്റെടുക്കുന്നവൻ കൊടുത്ത ആ പ്രാണന്റെ വില നമ്മെ ഇങ്ങനെ ആ കൃത്യം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിൽ നിന്ന് അതിജീവിക്കുവാൻ അത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യെശയ്യാവ് ചോദിക്കുക, ഞങ്ങൾ ഇത്രയും കേൾപ്പിച്ചു, ആരാണ് വിശ്വസിച്ചത്? കാര്യമായ ഒരാൾ വിശ്വസിക്കാൻ ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്നില്ല. ഞാൻ പറയുന്നത് ജീവകാലത്ത് എത്രയും പ്രവചിച്ചിട്ട് ഒരു നല്ല റിസൾട്ട് ഈ പ്രവചനത്തിന് ഉണ്ടാക്കുന്നതൊന്നും യെശയ്യാവിന് കാണാൻ പറ്റിയില്ല. കാരണം യെശയ്യാവ് മരിച്ചുപോയി, പ്രവചനം നടത്തിയിട്ട് യെശയ്യാവ് മരിച്ചു, യിരെമ്യാവ് മരിച്ചു. ജീവകാലത്തൊരിക്കലും ഒരു ഗുഡ് റിസൾട്ട് കാണാൻ പറ്റിയില്ല. എന്താണ് ഒരു പ്രവാചകന്റെ താല്പര്യം എന്നറിയണ്ടേ? ഞാൻ പ്രവചിച്ചത് കേട്ടിട്ട് മനം തിരിഞ്ഞു വരുന്ന മനുഷ്യന്റെ ആ മാറ്റമാണ് കാണാൻ കാത്തിരിക്കുന്നത്. കുറെ പേർക്കെങ്കിലും ബോധം വരാനാണ് പ്രവാചകൻ കാത്തിരിക്കുന്നത്. ഇതൊന്നും ഉണ്ടാകുന്നില്ല. ജനം കൂടുതൽ വഷളാകുന്നു. ആ വഷളാകുന്ന മനുഷ്യരെ കുറിച്ചുള്ള വേദനയും യെശയ്യാവ് പങ്കിട്ട പ്രവചനം തുടങ്ങുന്നു തന്നെ. യിരെമ്യാവും ഇങ്ങനെ തന്നെ, എസെക്കിയേലും ഇങ്ങനെ തന്നെ. ഇവർക്ക് ജനത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. എന്താണിത്? ഇതോടുകൂടി പഴയ നിയമം തീരുന്ന ഇടത്തും കൃത്യമായി തന്നെ ഈ മുന്നറിയിപ്പ് കൊടുക്കുക, ഞാൻ ഇത്രയും പേരെ നിങ്ങളുടെ അരികിലേക്ക് അയച്ചു, നിങ്ങൾക്ക് മാറ്റമില്ല. എന്റെ ദാസന്മാരെ അയച്ചു, നിങ്ങൾക്ക് മാറ്റമില്ല. വചനം കേട്ടു, മാറ്റമില്ല. അതുകൊണ്ട് ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കും. അപ്പൊ ഭൂമിയിൽ ഈ വരാൻ പോകുന്ന ഡേ ഓഫ് ദ ലോർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ യഹോവയുടെ വലുതും ഭയങ്കരമായ നാളിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊടുത്തു. അതിനിടയ്ക്ക് ഒന്നുകൂടി പറഞ്ഞു, ചൂള പോലെ കത്തുന്ന ദിവസം വരുമെന്നൊക്കെയുള്ള പ്രവചനം കൊടുത്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു. പക്ഷെ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതിസൂര്യന്റെ രോഗോപശാന്തിയോടുകൂടെയുള്ള ഉദയമാണ് സംഭവിക്കാൻ പോകുന്നത്. 2 മെസ്സേജുകൾ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചർച്ചകളിലുമൊക്കെ പറയാറുണ്ട്, ഭീകരതയുടെ നാളുകൾ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ ഭീകരതയുടെ നാളിന് പാരലായിട്ട് നമുക്ക് സമാധാനത്തിന്റെ നാളാണ് ദൈവം വെച്ചിരിക്കുന്നത്, ആനന്ദത്തിന്റെ നാളാണ് വെച്ചിരിക്കുന്നത്. രണ്ടും ഒറ്റ വരവാണ്. ഒറ്റ സ്രോതസ്സിൽ നിന്ന് 2 വരവാണ്. 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ലോകത്തിന് ശിക്ഷയാണെങ്കിൽ തന്റെ മക്കൾക്ക് ആശ്വാസമാണ് വെച്ചിരിക്കുന്നത്, നീതിസൂര്യന്റെ ഉദയം. എന്നിട്ട് നിങ്ങളും തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് വെച്ചിരിക്കുക ദൈവജനത്തിന്. അപ്പൊ ഇത് കണ്ടിട്ട് ഇതെല്ലാം കൃത്യം പ്രവചിച്ചിട്ട് കാര്യമായ ഒരു മെമ്പർഷിപ്പ് ഇല്ല യെശയ്യാവിന്റെ മുമ്പിൽ, കാര്യമായ ഒരു ഗാദറിങ് ഇല്ല. യെശയ്യാവേ അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ ആളില്ല. അതുകൊണ്ട് യെശയ്യാവിന്റെ ചോദ്യമാണ്, ഞങ്ങൾ കേൾപ്പിച്ചു നിങ്ങളെ, ഞങ്ങൾ ഇത്ര നാളും പ്രവചിച്ചു, പ്രാണം കളഞ്ഞ് പ്രവചിച്ചു. ഇദ്ദേഹം ഒരു വലിയ രാജകുലത്തിൽപ്പെട്ട ആളാണ് യെശയ്യാവ്, യഹൂദാ ഗോത്രക്കാരനാണ്. വേണമെങ്കിൽ ഒരു യുവരാജാവ് എന്ന് പറയാൻ പാകത്തിനുള്ള പശ്ചാത്തലമുള്ള ആളാണ്. പക്ഷെ ആ ജീവിതമൊക്കെ വിട്ടിട്ട് അദ്ദേഹവും ഭാര്യയും പ്രവചന ശുശ്രൂഷയിലായിരുന്നു എന്നാണ് നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാളും പ്രവചനത്തിന്റെ ആ പാതയിലൂടെ തന്നെ ചരിക്കുകയാണ്. ഒരു കുടുംബം തന്നെ ശുശ്രൂഷയുടെ വഴിയിലൂടെ പോകുകയാണ്. പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും പ്രതികരിച്ച് കാണുന്നില്ല, ആരും അവരെ സപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. അപ്പോൾ നമുക്കിന്നുള്ള ഒരു അഭിമാനം എന്നുള്ളത്, യെശയ്യാവേ താങ്കള് 700 കൊല്ലം മുമ്പ് ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യം തലമുറ ഏറ്റെടുക്കാതെ 700 കൊല്ലം ആ ചോദ്യത്തോട് പ്രതികരിക്കാതിരുന്നപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ 700-ൽ പരം കൊല്ലങ്ങൾക്ക് ശേഷം യേശു കടന്നു വന്നു. അന്നു മുതൽ ഈ 2000 വർഷം ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരാം, ഞങ്ങൾ അത് വിശ്വസിച്ചിരിക്കുന്നു,
നിങ്ങൾ കേൾപ്പിച്ചത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പുതുനിയമത്തിന്റെ മറുപടി. നമ്മുടെ മാത്രം വ്യക്തിപരമായ മറുപടിയല്ല. യെശയ്യാവേ, അങ്ങ് എന്താണ് കേൾപ്പിച്ചത്? എന്താണ് പഴയ നിയമഭക്തന്മാർ കേൾപ്പിച്ചത്? അത് വിശ്വസിച്ചവന്റെ പേരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. എന്നിട്ട് ക്രിസ്ത്യാനിക്ക് ഒരു ഉപദേശം തന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. അപ്പോൾ ക്രിസ്ത്യാനിത്വം പോലും ഒരു കഷ്ടതയുടെ വഴിത്താരയിലൂടെ പോകേണ്ടതാണ്. ഈ കഷ്ടത എന്നൊക്കെ പറയുന്നത് സത്യത്തില് പട്ടിണി കിടക്കുന്നൊന്നുമല്ല, അതൊക്കെ വേറൊരു കാര്യമാണ്. കഷ്ടതയുടെ ഓരോ രൂപങ്ങളാണ്. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിമിത്തം സഫർ ചെയ്യാനാണ്, നമുക്ക് സഹിഷ്ണുത വരാനാണ്, ക്രിസ്തുവിന് വേണ്ടി. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താനോ ജോലിക്ക് വേണ്ടിയോ കഷ്ടപ്പെട്ടതൊന്നും അല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരം കഷ്ടതകളെ അതിജീവിക്കാൻ വേണ്ട ബുദ്ധിയും വിവേകവും അറിവും പഠിപ്പും വഴികളും ഒക്കെ ഇന്നത്തെ ലോകത്തുണ്ട്. ദാരിദ്ര്യം വരാതെയും കഷ്ടപ്പാട് വരാതെയും ഒക്കെ അതിജീവിക്കാൻ വേണ്ട വഴികൾ ഇന്നത്തെ ലോകം കണ്ടെത്തി അതിലേക്ക് നമ്മൾ നമ്മുടേതായ നിലയിൽ അതിനെ അതിജീവിക്കുന്നുമുണ്ട്. നല്ല പഠിത്തവും നല്ല ജോലിയും നല്ല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നൊക്കെ ഉള്ള ബോധം. പക്ഷെ ഇത് പറഞ്ഞ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ടോളറേറ്റ് ചെയ്യേണ്ട ചില അന്തരീക്ഷങ്ങൾ, നമ്മൾ പലതിനെയും സഹിഷ്ണുതയോടെ നേരിടേണ്ടി വരുന്ന ഒരു അന്തരീക്ഷമാണ് ശരിക്കും കഷ്ടത എന്ന് പറയുന്നത്. ആ കഷ്ടത ശരിക്കും അലൗഡാണ്, അതിൽ സഹിക്കാനുള്ള ഒരു സുഖമുണ്ട്. ഞാനിവിടെ കാണുന്നത്, ഇവിടെ ഇരിക്കുന്നതിൽ പ്രായമുള്ള മാതാപിതാക്കളൊക്കെ കാണുന്നുണ്ട്. അവരെ ഇറങ്ങിത്തിരിച്ചൊരു കാലം ഇതൊന്നും അല്ല. എന്താന്ന് വെച്ചാൽ പെന്തക്കോസ്ത് സഭകൾ എന്ന് പറഞ്ഞാൽ വിലയും നിലയും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. യാതൊരു വിധത്തിൽ അംഗീകാരമില്ലാത്തൊരു കാലത്ത് ഒറ്റക്കൊരുത്തൻ പെന്തക്കോസ്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ കടലിൽ ചാടുന്നതിന് തുല്യമായിരുന്നു. കടലിൽ ചാടിയവനെ കൈവിട്ട് കളഞ്ഞ പോലെ വീട്ടുകാർ കൈവിട്ട് കളഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അന്നും ഭക്തൻ പിടിച്ചു നിന്നു. ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ആ ധൈര്യമില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, അങ്ങനെ പിതാവെടുത്തൊരു ധൈര്യം കണ്ടാണ് നമ്മൾ വളർന്നത്. വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ പോകാതെയും കല്യാണ വീടുകളിൽ ക്ഷണം കിട്ടാതെയും പരിഗണന കിട്ടാതെയും ഒന്നിച്ച് കല്യാണ വീട്ടിൽ ചെന്നാൽ തന്നെ അവിടെ എന്തോ കുറവുള്ളവരായി കാണുകയും മ്ലേച്ഛരായി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ അത് ടോളറേഷനാണ്, അത് സഹിഷ്ണുതയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ അപമാനം സഹിച്ച ഏതെങ്കിലും അപ്പൻ അത് കണ്ടിട്ട് അവിടെ വിഷമിച്ച് തിരിച്ചു ചെന്നായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അപ്പോഴും ഒരു ആനന്ദം. എന്താണെന്ന് അറിയണ്ടേ? ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കർത്താവ് കൂടെ ഉണ്ട്. തന്നല്ല കല്യാണം അവിടുത്തെ പരിപാടിയൊന്നും ആ മനുഷ്യൻ ആസ്വദിക്കുന്നില്ല. പിന്നെ ചാച്ചൻ വിളിച്ചതിന്റെ പേര് പോയതാണ്, ചെന്നില്ലേ അതൊരു മോശം. ഇവര് വിളിച്ചതും അങ്ങനെയാണെന്നേ. ഇവര് വിളിച്ചതിന്റെ ലക്ഷ്യം എന്താ? നമ്മൾ ചെല്ലണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പിന്നെന്താണ്? പറഞ്ഞില്ലേ ഒരു മോശമല്ലേ, നമ്മൾ ചെല്ലരുതെന്ന് അവരും ആഗ്രഹിച്ചു, പോകരുതെന്ന് നമ്മളും ആഗ്രഹിച്ചിട്ട് ഈ യാന്ത്രികമായ ഒരു സഹകരണം മാത്രമാണ് കാഴ്ചവെച്ചേ. പക്ഷെ ഇതല്ലല്ലോ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നത്, കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. ഒറ്റപ്പെട്ടിറങ്ങിത്തിരിച്ചവന്റെ ഈ മാർഗമാണ് ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. ഏതൊരാൾക്കും പെന്തക്കോസ്ത് സഭകളെ ഇന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം കാത്തലിക് സഹോദരന്മാരുടെ ഇടയിലായിരുന്നു ക്ലാസ്. അവിടെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഏറെ ഉള്ളൊരു സ്ഥലമാണ്. ട്രിനിറ്റിയെ പറ്റി ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ അമ്പരന്ന് പോയി. കാരണം ഇവരെല്ലാം വലിയ വലിയ ആളുകളാണ്. അവിടെ 64 കന്യാസ്ത്രീകളുണ്ട്, കുറെ പുരോഹിതന്മാരുണ്ട്. എന്നോട് പറയാൻ ട്രിനിറ്റിയെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ ആരാണ് ഇവരുടെ അടുത്ത് ട്രിനിറ്റിയെ പറ്റി പറയാൻ? അന്നാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. ദൈവം നമ്മുടെ സമൂഹത്തിന്റെ മധ്യത്തില് ഇത്തരം ആളുകളെ നമ്മുടെ അരികിൽ കൊണ്ടു തന്നിട്ട് നമ്മുടെ നിലപാടുകളൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലം നമ്മുടെ അധ്വാനം കൊണ്ടുണ്ടായതല്ല. പിതാക്കന്മാർ പണ്ടൊഴുക്കിയ ഒരു തുള്ളി കണ്ണീര്, അങ്ങനെയാണെങ്കിൽ അതിനുമുണ്ടൊരു പ്രതിഫലം, കൃത്യമായൊരു പ്രതിഫലം. അത് ഞാൻ മുമ്പോ എവിടെയോ പറഞ്ഞൊരു ഉദാഹരണം ആവർത്തിക്കുന്നു. ഈ കേരളത്തിൽ ഇപ്പൊ കനത്ത ചൂടാണ്. ഈ ചൂടിൽ പ്രതീക്ഷിക്കുന്ന ഒരു മഴയുണ്ട്, ഒരു മഴ പെയ്യുക എന്ന കാത്തിരിപ്പുണ്ട്. ഈ മഴയുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ കടൽവെള്ളമൊക്കെ അനുഭവിച്ച് ബാഷ്പീകരിച്ച് മുകളിൽ പോയി കെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് മഴയായിട്ട് തിരിച്ചു കിട്ടുകയാണ്. ഈ പെയ്യുന്ന മഴത്തുള്ളി ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ഈ മഴത്തുള്ളി മുകളിൽ കിടക്കുന്ന മേഘങ്ങൾ അത് നമുക്ക് മഴയായി കിട്ടുമ്പോൾ ഇന്നലെ രാത്രി ഒന്നും പോയ മേഘം അല്ലി കിടക്കുന്നത്, നീരാവിയായി പോയ സാധനമല്ല. വർഷങ്ങൾക്കപ്പുറത്ത് പോയ സാധനം മോളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതിങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതാ ഇപ്പൊ ഈ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോകുന്ന പതുക്കെ ഇതിന്റെ പുറകിൽ വന്ന് പതുക്കെ വീഴത്തേ ഉള്ളൂ. അത് മറ്റൊരു ഘട്ടത്തില. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥന മുകളിൽ ഇതുപോലെ കിടപ്പുണ്ട്. പ്രാർത്ഥിച്ചിട്ടതെല്ലാം കിടപ്പുണ്ട്. ഒറ്റ ഉപവാസവും വ്യർത്ഥമല്ല. അമ്മ പ്രാർത്ഥിച്ചത്, അപ്പൻ പ്രാർത്ഥിച്ചത്, നമ്മൾ പ്രാർത്ഥിച്ച്, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയല്ലേ ഒരു ഇതിനൊന്നും ഒരു നീക്കം വരുന്നില്ല. ഒന്നുമല്ല, എല്ലാം മുകളിൽ കിടപ്പുണ്ട്. സമയമാകുമ്പോൾ ഒരു മഴ ഇതുപോലെയാണ്. എത്ര സന്തോഷം, എല്ലാം മുകളിൽ കിടക്കുക. നമ്മള് പ്രാർത്ഥിച്ചത്, കരഞ്ഞത്, ജാഗരിച്ചെല്ലാം മുകളിൽ കിടക്കുകയാണ്. ആരാ പറഞ്ഞ പ്രാർത്ഥന കേട്ടില്ലെന്ന്? സമയമാകുമ്പോൾ ആ മഴയിഞ്ഞു പെയ്യും. ആ കുളിർമയ്ക്കുള്ളിലാണ് ഭക്തന്റെ ജീവിതം. യേശുവിന്റെ ക്രൂശീകരണം നമ്മളെ സ്ഥലം മഹത്തരമായ ഒരു അനുഭവമല്ലേ പ്രിയപ്പെട്ടവര്? ആ ക്രൂശിക്കപ്പെട്ടവനെ നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് കൂടെ ഒന്ന് എടുക്കുമേ, ശ്രദ്ധിക്കണേ. അപ്പോ ഈ ക്രൂശും മരണം യേശു ഏറ്റെടുക്കുമ്പോൾ സന്തോഷത്തോടെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ പടം വരച്ചിരിക്കുന്നവനൊന്നും ആ ഒരു ബോധമില്ല. ആകെപ്പാടെ ഈ ടെൻഷൻ അടിച്ച് കിടക്കുന്ന ഒരു യേശുവിനെയാണ് വരച്ചേക്കുന്നത്.
ഏതായാലും വരച്ചാൽ ഇപ്പം മര്യാദയ്ക്ക് വരച്ചുകൂടായിരുന്നു, ടെൻഷൻ അടിച്ച് പറ്റിപ്പോയല്ലോ എന്നുള്ള നിലയിൽ കിടക്കുന്നതായിട്ടാണ്. അങ്ങനൊന്നുമല്ല. എബ്രായ ലേഖനം വായിക്കണം. മരണം ആസ്വദിച്ചു എന്ന് കൃത്യം എഴുതിയിരിക്കുക. ആസ്വദിച്ചു. നമുക്ക് ആർക്കെങ്കിലും രോഗം ആസ്വദിക്കാൻ പറ്റും? നമ്മൾ അതിനെ സർവൈവ് ചെയ്യും, അതിനെ ഓവർകം ഒക്കെ ചെയ്യും, സത്യമാണ്. പക്ഷെ അത് ആസ്വദിക്കുന്നത് എങ്ങനെ? ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് യോബ്. യോബിനെ ആക്രമിക്കാൻ വന്ന പുഴുക്കളെ, അണുക്കളെ അങ്ങനെ നീ പോകണ്ട, ഭക്ഷിച്ചിട്ട് പോക്കോ, അതേ യോബ് ഭക്തർ വിടിരിപ്പുണ്ട്, നീ തീർക്കാനാവാതെങ്കിൽ അങ്ങ് തീർത്തോന്നേ. സത്യത്തിൽ ഈ പുഴുക്കൾ അല്ലെ മരണത്തിന്റെ ഭീകരത പേടിച്ചു പോകുന്ന ഒരു രംഗമാണ്. കരുത്തോടെ വാ. മരണം വിചാരിച്ചത് ഏറ്റവും ശക്തി തനിക്കാണെന്നാണ്. തനിക്കാണ് ഏറ്റവും ശക്തി. ആ മരണത്തെ കണ്ടിട്ട് യേശു വെല്ലുവിളിക്കുക, വാ, നീ വരൂ, നീ കൊല്ലൂ, നീ എന്നെ ഇഞ്ചിഞ്ചായി തകർക്കൂ, ശരീരം മുഴുവൻ ഉന്മൂലനം ചെയ്യൂ, സ്തംഭിപ്പിച്ച് കളയൂ, നോ പ്രോബ്ലം, എന്ത് വേണമെങ്കിലും ചെയ്യൂ. ഇതങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. മരണത്തിന് ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ മരണത്തിന് നമ്മളെ വിട്ടുകൊടുക്കണില്ല. അതിന് നമ്മൾ ചികിത്സിക്കുന്നത്, ഡോക്ടറെ കാണുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്, മരണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണത്. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ശരി, ആയിക്കോട്ടെ, കൊല്ലാൻ വന്നല്ലേ, ഇതാ എന്നെ കൊല്ല്, അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സമ്പൂർണ്ണ ശക്തിയോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? മരണം വന്നു, മരണം വിചാരിച്ചു, മരണം ജയിച്ചു. പക്ഷേ മൂന്നാം നമ്മൾ കേട്ടത് വലിയൊരു സന്തോഷത്തിന്റെ വർത്തമാനമാണ്. ആ വർത്തമാനം എന്താ? അവൻ മരണത്തെ അതിജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഇതാദ്യം തിരിച്ചറിഞ്ഞത് സ്ത്രീകളാണ്. പണ്ടൊരു സ്ത്രീ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്താൻ കാരണഭൂതയായി തീർന്നെങ്കിൽ, അവൾ പരിഹസിക്കപ്പെട്ടെങ്കിൽ, അവൾ ചരിത്രത്തിൽ ചാപ്പകുത്തപ്പെട്ടെങ്കിൽ, ഇവിടെ ഉയർത്തെഴുന്നേറ്റവനെ ആദ്യം കണ്ടതും ഒരു സ്ത്രീയാണ്. അതാണ് സ്ത്രീയുടെ സന്തതിയുടെ കരുത്ത്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരെ ആദ്യം കണ്ടത് ഒരു സ്ത്രീയാണ്. മരിക്കുന്ന രംഗത്ത് ക്രൂശ് വിട്ട് പോകാതെ നിൽക്കുന്നതും സ്ത്രീയാണ്. സത്യത്തിൽ സ്ത്രീക്ക് ഇത്രയും വിലയും നിലയും പരിഗണനയും നൽകിയ ഒരു മാർഗം വേറെയില്ല. അതുകൊണ്ട് സഹോദരിമാര് യേശുവിനെ പ്രസംഗിക്കുമ്പോൾ, യേശുവിനെ അനുഗമിക്കുമ്പോൾ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതൊരു മഹാപദവിയാണ്. നിങ്ങളുടെ ലജ്ജയും നിന്ദയും എല്ലാം, നിങ്ങളുടെ അപമാനമെല്ലാം തീർത്തു തന്ന ഒരു മാർഗമാണ്. അതുവഴി പുരുഷന്റെയും അവന്റെ ഉത്തരവാദിത്തങ്ങളിൽ അവനെ കർമ്മനിരതമാക്കിയ ഒരു മാർഗമാണ്. പണ്ടൊരു സ്ത്രീ ചെന്ന് പറഞ്ഞിട്ട് സ്ത്രീ തന്നു, ഞാൻ ഭക്ഷിച്ചു എന്നാണ് പറഞ്ഞെങ്കിൽ, ഇന്ന് ലോകം വിളിച്ചു പറയുന്നു, ആ സ്ത്രീകൾ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ നാവ് കൊണ്ട് ഇത് തന്നെ പറയിപ്പിച്ച പുരുഷൻ തന്റെ മേധാവിത്വം പുലർത്തി സ്ത്രീയാണ് കുറ്റവാളി എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് രക്ഷയുടെ വഴിയും എനിക്ക് പറഞ്ഞു തന്നത് ഒരു സ്ത്രീയാണെന്ന് പറയത്തക്ക വിധം പ്രായച്ചിത്തമായി തീർന്നവനാണ് സുവിശേഷത്തിന്റെ കരുത്ത്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇതെല്ലാം പ്ലാൻഡാണ്. അല്ലെങ്കിൽ വെറുതെ അവിടെ സ്ത്രീകൾ വരുമോ? ആ സ്ത്രീകളെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുമോ? അവരുടെ നാവിലൂടെ അത് പറയുമോ? പുരുഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി പുറകെ ഓടുക, അത്യധ്വാനം ചെയ്ത് പോകേണ്ടി വരിക. ചെന്ന് കാണുമ്പോ ഈ സ്ത്രീക്കൊരു സംശയമില്ല. അപ്പോ ഈ സ്ത്രീ അത് പേരുള്ളൊരു സ്ത്രീ ഒന്നും അല്ലല്ലോ. ആ നാട്ടിലെ വലിയ പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആളോ ഒന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. ഒരു സാധു സ്ത്രീയെ കൊണ്ട് അവൾ എങ്ങനെയാണ് വന്നത്? അതെന്നെ അമ്പരപ്പിക്കാറുണ്ട്. ഒരു പുരുഷനില്ലാത്ത ധൈര്യം ഇവിടെ സ്ത്രീക്കുണ്ടാകുക. അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ മറിയ കല്ലറക്കൽ ചെന്നു, കല്ലാൽ ഉരുട്ടി മാറ്റുമെന്നൊക്കെ ഓർത്തുള്ള ആ പ്രതീക്ഷയിൽ അവൾ വേണ്ടതെല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ ചെന്ന ഇങ്ങനൊരു പുരുഷനെ അവിടെ കാണുന്നില്ല. ആ രൂപത്തിൽ ഒരു പുരുഷനെ കാണുന്നില്ല. ഈ ശരീരം, ഏതായാലും ഒരു സ്ത്രീ തന്നെ ഒരു പുരുഷന്റെ ശരീരം അവിടുന്ന് പുറത്തിറക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അവളുടെ ആ പ്രതീക്ഷ കണ്ടില്ല. തൊട്ടപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റവനെ കാണുകയാണ്. ഇവിടെയാണ് ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ കർത്താവിനെ കാണും. അതുകൊണ്ട് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഇതൊരു ശക്തിവത്തായ പ്രവചനമാണ്. ഈ പ്രവചനത്തിന് നമുക്ക് ഇന്നിങ്ങനെ മറുപടി പറയാം. നാഥ, ഞങ്ങളിതാ നീ കേൾപ്പിച്ചതൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയരെ, നമ്മളെന്തോ കുറഞ്ഞ ആളുകളായിട്ട് പലപ്പോഴും പ്രസംഗരും നമുക്കൊക്കെ തോന്നാറുണ്ട്. വിശ്വാസം കുറഞ്ഞവരോ ഭക്തി കുറഞ്ഞവരോ ഒക്കെ ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ തീരെ കുറഞ്ഞ ആൾക്കാരല്ലെന്നേ, ഭക്തിയിലൊന്നും പുറകോട്ടുള്ള ആൾക്കാരല്ലെന്നേ, വിശ്വാസി പുറകോട്ടുള്ള ആൾക്കാരല്ലെന്നേ. അതിനൊരു കാരണമുണ്ട്. അപ്പോസ്തലന്മാരൊക്കെ വിശ്വസിച്ചു, അവർ ദൈവത്തിന്റെ അത്ഭുതം കണ്ടു. പക്ഷെ ഇവർ യേശുവിന്റെ കൂടെ നടന്നവരാ, യേശു കൊടുത്ത ഭക്ഷണം കഴിച്ചവരാ, യേശുവിന്റെ കടലിന് മീതെ നടക്കുന്ന കണ്ട ആർപ്പ് വിളിച്ചവരാ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് നേരിട്ട് ഇത് കണ്ടവരാ. പക്ഷെ നമ്മളാരും ഇത് നേരിട്ട് കണ്ടില്ല. നേരിട്ട് കണ്ട് അനുഭവിച്ച പത്രോസ് കാര്യത്തോടടുത്തപ്പോ പറയാ, ഞാൻ നിന്നെ അറിയുന്നില്ല, നീ എനിക്ക് തിരിയുന്നില്ല. സ്വത്രം. ഞാൻ ആ രംഗം ഇങ്ങനെ ഓർക്കാറുണ്ട്. നിങ്ങളോട് മാത്രമായിട്ടൊരു കാര്യം തുറന്നു പറഞ്ഞാല്, ഈ കല്യാണത്തിനും മരണത്തിനും ഒക്കെ ഞങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്ന കണ്ട ഒരു പ്രശ്നമുണ്ട്. ഈ ഡിബേറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇവര് ചിലർ ഇങ്ങനെ സംസാരിക്കാൻ അടുത്ത് വരുമ്പോഴേക്ക് ഈ പത്രോസിന്റെ ശൈലിയില ഞാൻ ഇടപെടുന്നത്. ഞാൻ നിന്നെ അറിയുന്നില്ല സ്ത്രീയെ, ഞാൻ നിന്നെ അറിയുന്നില്ല, നീ പറയുന്ന എനിക്ക് തിരിയുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു മോഡലിൽ നമ്മളവിടെ നിന്ന് അങ്ങ് മുങ്ങും പെട്ടെന്ന്. ഈ പ്രോഗ്രാമിന്റെ ഒക്കെ അപകടം അങ്ങനെയാണ്. പത്രോസിൽ നമ്മൾ പഠിച്ചൊരു പാഠമാ, നീ പറയുന്ന എനിക്ക് തിരിയുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറും. എല്ലാ അടവ് നമ്മൾ കണ്ടല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ മാറി. പക്ഷെ ഞാനൊരു വസ്തുത ചോദിക്കുകയാണ്. ഇതിപ്പോഴിരിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് യേശുവിന് വേണ്ടി കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിചാരണയ്ക്ക് മുമ്പിൽ നിന്നാൽ അപൂർവം ചിലരൊക്കെ യേശുവിനെ തള്ളിപ്പറയും. മഹാഭൂരിപക്ഷം പേരും
തള്ളിപ്പറയാതെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന്റെ കാരണം അറിയണ്ടേ? കണ്ടറിഞ്ഞവൻ തള്ളിപ്പറഞ്ഞപ്പോ കാണാത്ത നമ്മൾ 2000 ആണ്ടുകൾക്ക് ഇപ്പുറത്തിരുന്ന് വിശ്വസിക്കുക നിന്നിൽ ഞങ്ങൾക്ക് ലവലേശം അവിശ്വാസം. നമ്മൾ ചില കുറവൊക്കെ ഉണ്ട്, അത് സത്യമാണ്. പക്ഷെ നിനക്ക് ഒരു കുറവില്ല. നീ വലിയവരാണെന്ന് തിരിച്ചറിയുന്നു, അങ്ങ് ശ്രേഷ്ഠനാണെന്ന് തിരിച്ചറിയുന്നു. ആ ശ്രേഷ്ഠതയുടെ തിരിച്ചറിവാണ് സുവിശേഷത്തിന്റെ ബലം. നമ്മുടെ എല്ലാ കരുത്ത് അതാണ്. നമുക്ക് അങ്ങനെ ക്രൂശിനെ ചുമക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാതിരിക്കട്ടെ. ഇന്ന് പിരിയുമ്പോൾ ഒന്ന് ചിന്തിച്ചു പോകാം, കർത്താവേ, ഈ ക്രൂശ് ചുമക്കാൻ നീ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പാത, അതിനെ തന്നെ അവിശ്വാസത്തോടെ അല്ല പൂർണ്ണ സമർപ്പണത്തോടെ തിരഞ്ഞെടുക്കാൻ എനിക്ക് അവസരം തരണമേ. എന്റെ മുമ്പിൽ നീ വെച്ചിരിക്കുന്ന ഓട്ടം ഓടേണ്ടി വരുന്ന ഘട്ടത്തിൽ ആ പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഓടുവാനുള്ള പ്രാപ്തി തരണമേ. ഞാൻ വില്ലിങ്ങാണ്, പ്രാപ്തി എനിക്ക് പോരാ, അത് സത്യമാണ്. എനിക്ക് സമർപ്പണമുണ്ട്, പക്ഷേ ഞാൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ പരിമിതിയുണ്ട്. പക്ഷെ ക്രൂശെടുക്കേണ്ടി വന്നാൽ ആ ക്രൂശെടുക്കാൻ എന്നെ അനുവദിക്കണമേ എന്നുള്ള ഒരു ബോധത്തോടെ പോകാം. ഇന്ന് ചില രാജ്യങ്ങളിൽ കണ്ടു, കൊച്ചു കുട്ടികളെയൊക്കെ നിരത്തി നിർത്തിയിട്ട് പറയാണ്, നിങ്ങൾ യേശുവിനെ തള്ളിപ്പറ. എന്നെ അമ്പരപ്പിച്ച കാഴ്ച. ബാക്കിയൊക്കെ അവർ തയ്യാറാണ്, പക്ഷെ യേശുവിനെ തള്ളിപ്പറയാൻ തയ്യാറില്ലാതെ മരണം ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ തല ഛേദിക്കുന്ന ആ രംഗം കണ്ടപ്പോ എനിക്കും മനസ്സിലായി, ഈ കുഞ്ഞിന് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കും. നാളെ വരാനിരിക്കുന്ന ഒരു ലോകക്രമത്തിൽ ഈ ക്രൂശ് ചുമക്കാൻ നമുക്ക് അവസരമുണ്ടായാൽ അതൊരു ഭാഗ്യമെന്ന് കരുതി മുമ്പോട്ട് പോകാൻ അത്യുന്നതൻ കൃപ നൽകട്ടെ. ഒപ്പം ഞങ്ങൾ കേൾപ്പിച്ചത് സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് നമ്മൾ വന്ന അതിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയില്ല. നാളെ വരുമ്പോൾ അതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. സ്ത്രീയുടെ സന്തതി എവിടെയാണ്, എങ്ങനെയാണ് സർപ്പത്തിന്റെ തല തകർത്ത് ആധിപത്യം ഉറപ്പിച്ചത് എന്നതിലേക്ക് നാളെ നമുക്ക് പോകാം. അതിലെ സുപ്രധാന വിഷയമാണ് ക്രൂശിനെ കുറിച്ചുള്ള ആ പ്രശംസയിൽ നമുക്കിന്ന് മടങ്ങാം.